കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി കേരള രാഷ്ട്രീയത്തിലേക്ക്. KPCCയുടെ ഡിജിറ്റൽ മീഡിയ കൺവീനറായിട്ടാണ് അനിൽ ആന്റണി എത്തുന്നത്. ഡൽഹിയിൽ നടത്തിയ പുനഃസംഘടനാ ചർച്ചകൾക്കു ശേഷം KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് അനിൽ ആന്റണിയുടെ കേരള രാഷ്ട്രീയ പ്രവേശം പ്രഖ്യാപിച്ചത്. ഗുജറാത്ത്, രാജസ്ഥാൻ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് നേട്ടമുണ്ടാക്കാൻ അനിൽ ആന്റണിക്ക് കഴിഞ്ഞുവെന്ന വിശദീകരണവുമായിട്ടായിരുന്നു നിയമനം. വെയിലും മഞ്ഞും മഴയും പോലീസിന്റെ തല്ലും നാട്ടുകാരുടെ ആവലാതികളും കേൾക്കാതെ കുറുക്കുവഴികളിലൂടെ നേതാക്കൾ സൃഷ്ടിക്കപ്പെടുന്ന കാലത്ത് ഡിജിറ്റൽ മീഡിയ കൺവീനറായി കടന്നുവരുന്നത് ആദർശധീരനായ AK ആന്റണിയുടെ മകനായി എന്നത് യാദൃച്ഛികതയായി തള്ളിക്കളയാവുന്നതല്ല. മുല്ലപ്പള്ളിയുടെ പ്രഖ്യാപനം കേട്ട് ചിരിക്കുന്നവരും ക്ഷോഭിക്കുന്നവരും നിസ്സംഗതയോടെ കേട്ടിരിക്കുന്നവരുമായ കോൺഗ്രസ് പ്രവർത്തകരെ ആരും ഓർത്തുപോകും. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ഹൈടെക് വരവ് രാഷ്ട്രീയത്തിലേക്കുള്ള കുറുക്കുവഴിയോ? FB പോളിലൂടെ പ്രേക്ഷകർക്കും ചർച്ചയുടെ ഭാഗമായി അഭിപ്രായം രേഖപ്പെടുത്താവുന്നതാണ്. ഹൈടെക് വരവ് രാഷ്ട്രീയത്തിലേക്കുള്ള, രാഷ്ട്രീയ നേതൃത്വത്തിലേക്കുള്ള കുറുക്കുവഴിയോ? ചർച്ചയിൽ പങ്കെടുക്കുന്നത് മുതിർന്ന മാധ്യമപ്രവർത്തകരായ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാമും ശ്രീ ജേക്കബ് ജോർജും, ആം ആദ്മി നേതാവ് CR നീലകണ്ഠൻ, അതുപോലെ തന്നെ KPCC എക്സിക്യൂട്ടീവ് അംഗം, യൂത്ത് കോൺഗ്രസിന്റെ മുൻ ജനറൽ സെക്രട്ടറി കൂടിയായ അരുൺ രാജ് എന്നിവരാണ്. ഒരു മിനിറ്റ് ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക്. പ്രൈം ഡിബേറ്റ് ആരംഭിക്കുകയാണ്. ശ്രീ CR നീലകണ്ഠനും ശ്രീ ജേക്കബ് ജോർജും ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാമുമാണ് ഇപ്പോൾ ഉള്ളത്. അരുൺ രാജ് പിന്നാലെ ചർച്ചയിലേക്ക്, KPCC എക്സിക്യൂട്ടീവ് അംഗം. CR നീലകണ്ഠൻ, ഈ തീരുമാനം നേരിട്ട് നേതൃനിരയിലേക്കല്ല, ഡിജിറ്റൽ മീഡിയ കൺവീനറായിട്ടാണ്. സോഷ്യൽ മീഡിയയുടെ വലിയ പ്രാധാന്യം കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ട്. ആ നിലയിൽ ശക്തിപ്പെടുത്തുക എന്നതൊക്കെ കണ്ടുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം. പക്ഷേ അത് വലിയൊരു പൊളിറ്റിക്കൽ സ്പേസ് കൂടിയാണ്. ഏത് നിലയ്ക്കാണ് CR നീലകണ്ഠൻ മുല്ലപ്പള്ളിയുടെ ഈ പ്രഖ്യാപനം? വരുന്നത് AK ആന്റണിയുടെ മകനാണ്, ഹൈടെക് വരവാണ്. അല്ല, ഒന്നാമത്തെ കാര്യം, AK ആന്റണിയുടെ മകനാണ് എന്നതുകൊണ്ട് ഒരാൾക്ക് രാഷ്ട്രീയമായി പ്രവേശനത്തിന് ഒരു അസ്വാഭാവികതയുമില്ല. അദ്ദേഹം AK ആന്റണിയുടെ മകനായി പോയി എന്നുള്ളത് കൊണ്ട് ഒരു രാഷ്ട്രീയ നേതാവായിക്കൂടാ, പ്രവർത്തകനായിക്കൂടാ എന്നില്ല. പക്ഷേ ഇവിടെ 2-3 ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കോൺഗ്രസ് പോലെയുള്ള പാർട്ടി എല്ലാ കാലത്തും ഈ മക്കളുടെ രാഷ്ട്രീയത്തെ മുമ്പോട്ട് കൊണ്ടുപോയിട്ടുള്ളവരാണ്. ഇപ്പോൾ നമുക്ക് രാഹുൽ ഗാന്ധിയുടെ കാര്യമായാലും രാജീവ് ഗാന്ധിയുടെ കാര്യമായാലും ഇന്ദിരാഗാന്ധിയുടെ കാര്യം മുതൽക്ക് ഇങ്ങോട്ട് തുടങ്ങിയാൽ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും, ഇപ്പോൾ ജ്യോതിരാദിത്യ സിന്ധ്യയുടെ ആയാലും, അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഇതായിട്ടുള്ള സച്ചിൻ പൈലറ്റിൻ്റെ ആയാലും, മറ്റു പല സംസ്ഥാനങ്ങളിലും കരുണാകരൻ്റെ മകൻ മുരളീധരൻ വന്നതായാലും, ഇങ്ങനെ മക്കളുടെ, ഇപ്പോൾ കാർത്തികേയൻ്റെ മകൻ MLA ആയതും ഒക്കെ നമ്മൾ കണ്ടു. മക്കൾ രാഷ്ട്രീയം കോൺഗ്രസിനോ, അതുപോലെ ഇപ്പോൾ BSP, SP, അതുപോലെ RJD തുടങ്ങിയ, അതുപോലെ നിരവധി പാർട്ടികൾ, വടക്കേന്ത്യൻ പാർട്ടികളിൽ ഈ മക്കൾ രാഷ്ട്രീയം അതുപോലെ നിലനിൽക്കുന്നുണ്ട്. കുടുംബ രാഷ്ട്രീയം നിലനിൽക്കുന്നുണ്ട്. മക്കൾ, ഭാര്യ, മറ്റേ അളിയൻ, അമ്മാമൻ, ഈ രാഷ്ട്രീയം നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഡൽഹിയിലിരിക്കുന്ന കോൺഗ്രസ്സുകാർക്കോ ഈ കേരളത്തിലുള്ള കോൺഗ്രസ്സുകാർക്കോ എന്തെങ്കിലും ഇക്കാര്യത്തിൽ ഒരു അസ്കിത തോന്നേണ്ട കാര്യമില്ല. പക്ഷേ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഇതിനെ കാണുമ്പോൾ ഒരു അസ്വാഭാവികത ഇതിൽ കാണുന്നത് ഒരു ഹൈടെക് രംഗപ്രവേശമാണ്. അദ്ദേഹം ഇതുവരെ ഒരു രാഷ്ട്രീയ പ്രവർത്തനവും നടത്തിയിട്ടില്ല, നമ്മൾ കേട്ടിട്ടില്ല. പെട്ടെന്ന് വളരെ ഉത്തരവാദപ്പെട്ട, ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘടകമാവുകയാണ്. തീർച്ചയായും അത് വളരെ പ്രധാനമാണ്. അവിടെ സ്വാധീനത്തോടുകൂടി ഹൈടെക് ഹെഡായിട്ട് അദ്ദേഹം വരുന്നു എന്ന് പറയുമ്പോൾ, ആദർശധീരനായ ആന്റണിയുടെ മകനാണ് വരുന്നത് എന്ന് പറയുമ്പോൾ, ഇതിനു മുമ്പ് അദ്ദേഹം കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധമില്ല എന്ന് പറയുമ്പോൾ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നമുക്കവിടെ കാണാൻ കഴിയും. അപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് പറയാവുന്ന ഒരു കാര്യം, ആം ആദ്മി പാർട്ടിയുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യം, തൊട്ടടുത്ത ബന്ധു, അത് അച്ഛനോ മകനോ അല്ലെങ്കിൽ ഭാര്യയോ മകളോ ഭർത്താവോ അങ്ങനെയുള്ള ആളുകൾ, ഒരു കാരണവശാലും ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു ഔദ്യോഗിക സ്ഥാനത്ത് അല്ലെങ്കിൽ ഒരേ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പാർട്ടി ഭരണഘടന എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ കാര്യത്തിൽ വളരെ കൃത്യമായും അങ്ങനെ നിലപാട് ഉള്ള ഒരു പാർട്ടിയാണ്. പക്ഷെ കോൺഗ്രസിനോ അല്ലെങ്കിൽ മറ്റു പല പാർട്ടികൾക്കുമോ അങ്ങനെയില്ല. അതുകൊണ്ട് അവരിലൊരു അത്ഭുതമൊന്നുമില്ല. പക്ഷേ സാധാരണ കേരളത്തിലെ ചെറുപ്പക്കാർ, കേരളത്തിലെ മറ്റാളുകൾ നോക്കണം, IT പഠിച്ച എത്രയോ കുട്ടികൾ കേരളത്തിലുണ്ട്. അങ്ങനെയാണെങ്കിൽ AK ആന്റണിയുടെ മകൻ വരണേൻ്റെ കാര്യം എന്താ? കോൺഗ്രസിൽ തന്നെ IT രംഗത്ത് കോൺഗ്രസ് അനുഭാവികളായി KSUക്കാരായി വന്നിട്ടുള്ള IT കുട്ടികൾ എത്ര പേരുണ്ട്? അവരെ ആരെങ്കിലും ഒക്കെ ആയിരുന്നല്ലോ. എന്നാൽ കേരള രാഷ്ട്രീയത്തിലെ കാര്യങ്ങൾ അറിയാമായിരുന്നല്ലോ. ഇതൊന്നും അറിയാത്ത ഒരാളെ കൊണ്ടുവന്ന് വളരെ കുറുക്കുവഴി രാഷ്ട്രീയം എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അത് ശരിയാണെന്ന് എനിക്കൊരിക്കലും പറയാൻ കഴിയില്ല. ഒരു ആം ആദ്മി പ്രവർത്തകൻ എന്ന നിലയിലും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും ഇത്തരത്തിലുള്ള ബാക്ക്ഡോർ എൻട്രി
എന്ന് പറയുന്നത്. അതാണ് ഞാൻ എതിർക്കുന്നത്. തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ സണ്ണിക്കുട്ടി, എത്രമാത്രം ഈ തീരുമാനത്തോട് താങ്കൾ വിയോജിക്കും? ഉയരുന്ന വിമർശനങ്ങളെ എങ്ങനെയാണ് മുഖവിലേക്കെടുക്കുന്നത്? കാരണം ഈ മക്കൾ രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തി പറയുന്ന ഒരു പേരുകാരുടെയും പട്ടികയിൽ ഒരു മലയാളിയും ശ്രീ എ കെ ആന്റണിയെ ഉൾപ്പെടുത്തില്ല. കാരണം അദ്ദേഹം ഇതുവരെ എടുത്തിട്ടുള്ള നിലപാടുകൾ, അതിൻ്റെതായ ആദർശ ശുദ്ധി, ഒഴിഞ്ഞുമാറി നിൽക്കൽ എല്ലാം ചെയ്തിട്ടുള്ള ഒരാൾ എന്ന നിലയിലാണ് ശ്രീ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി എന്ന് പറയേണ്ടി വരുന്നത്. അല്ലാത്തപക്ഷം ഏതൊരു ചെറുപ്പക്കാരനും രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാം, അതിലൊന്നും ആർക്കും ബുദ്ധിമുട്ടില്ല. പക്ഷേ ആ നിലയിലുള്ളൊരു പരിഗണനയും പരിശോധനയും വരുന്നത് അവിടെയാണ്. രണ്ടാമത്തെ കാര്യം, ഇതൊരു ബാക്ക്ഡോർ ഹൈടെക് എൻട്രിയാണ് എന്ന് പറയാൻ കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ സോഷ്യൽ മീഡിയ ശക്തമായതോടെ കേരളത്തിലും ഇതിനായി വളരെ ശക്തമായ സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ കോൺഗ്രസ് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ പലരും പങ്കാളികളാകുമ്പോൾ, അതിൽ കോപ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അവരെല്ലാം അവരുടേതായ പടം വെച്ച് പത്രങ്ങളിലും ഒക്കെ പരസ്യം ചെയ്യാറുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും വാഴ്ത്തുന്ന കാണാറുണ്ട്. നമ്മുടെ ചർച്ചകളിലൊക്കെ വരുന്ന മാത്യു കുഴൽനാടൻ, ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പുതിയ കാലത്തെ ഇത്തരം പ്രവർത്തനങ്ങൾക്കൊപ്പം നിലയുറപ്പിച്ചയാളാണ്. ശശി തരൂർ തന്നെ ആ വിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആളാണ്. അങ്ങനെ സംവിധാനമുണ്ട്. അങ്ങനെ സംവിധാനത്തിൽ പ്രതീക്ഷയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനവും ആളുകളും ഉള്ളപ്പോഴാണ് അവർക്ക് മുകളിലേക്ക് ഐസ്ക്രീമിനൊരു ചെറി പോലെ ഇപ്പോൾ അനിൽ ആന്റണി വളരെ സുഖകരമായി വന്നിരിക്കുന്നത്. അല്ല ശരത്തെ, അതിനു മുമ്പായിട്ട് ഈ ആം ആദ്മി പാർട്ടിക്ക് അവരുടെ ഭരണഘടനയിൽ അങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടെങ്കിൽ അതെന്നെ അത്ഭുതപ്പെടുത്തുക കേട്ടോ. അതായത് ആം ആദ്മി പാർട്ടിയിലെ നേതൃനിരയിൽ നിൽക്കുന്നവരുടെ മക്കളോ അടുത്ത ബന്ധുക്കളോ ഒന്നും രാഷ്ട്രീയത്തിൽ ആം ആദ്മി പാർട്ടിയിൽ വരരുതെന്നൊക്കെ പറയുന്നത് എത്രയോ വലിയ ജനാധിപത്യ വിരുദ്ധമാണ്. അതിവിടെ അനിൽ ആന്റണിയുടെ രാഷ്ട്രീയ പ്രവേശവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമല്ലെങ്കിൽ പോലും അങ്ങനെ ഒരു പാർട്ടി ഒരു ഭരണഘടനയിൽ ഒരു വ്യവസ്ഥ എഴുതി വയ്ക്കുക, മക്കൾക്ക് അല്ലെങ്കിൽ സഹോദരന്മാർക്ക് അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾക്ക് പിന്നെ പാർട്ടിയുടെ പ്രവർത്തനത്തിലേക്ക് വരാൻ പാടില്ല എന്നൊരു വ്യവസ്ഥ വയ്ക്കുന്നത് ഒരു ഇനീക്വാലിറ്റിയുടെ പ്രശ്നമുണ്ട്, അതൊരു ജനാധിപത്യ വിരുദ്ധതയുടെയൊക്കെ പ്രശ്നമുണ്ട്. അങ്ങനൊരു അതെനിക്ക് മനസ്സിലാകുന്നില്ല. അത് ഞാനിവിടെ സാന്ദർഭികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ഹൈടെക് പ്രവേശനം എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. കാരണം ഹൈടെക് ഒരു മീഡിയം എന്നേ ഉള്ളൂ. അതായത് ഇപ്പോൾ അദ്ദേഹം വരുന്നത് ഡിജിറ്റൽ മീഡിയയുടെ കേരളത്തിലെ തലവൻ എന്ന നിലയിലാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ അദ്ദേഹം ഇന്ന് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ആളല്ല. ഞാൻ ശ്രീ നീലകണ്ഠൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അപ്പം എ കെ ആന്റണിയുടെ മകന് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ മകന് അല്ലെങ്കിൽ പിന്നെ കോടിയേരിയുടെ മകന് അല്ലെങ്കിൽ മകള് അവരാരും രാഷ്ട്രീയത്തിൽ വരരുത് എന്ന് പറഞ്ഞതിൽ കാര്യമില്ല. പക്ഷേ അനിൽ ആന്റണി രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിട്ട് വരുന്നത് എ കെ ആന്റണിയുടെ മകനായതുകൊണ്ട് മാത്രമാണെങ്കിൽ അവിടെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഞാൻ അതിനോട് യോജിക്കുന്നുണ്ട്. അല്ലാതെ എ കെ ആന്റണിയുടെ മകൻ വരണമെന്നില്ല. എ കെ ആന്റണിയുടെ മകൻ ആയതുകൊണ്ട് മാത്രമാണ് അനിൽ ആന്റണിക്ക് മറ്റുള്ളവരെ പിന്നെ ബൈപ്പാസ് ചെയ്ത് വരാൻ സാധിക്കുന്നതെങ്കിൽ അതിനകത്ത് ഒരു ജനാധിപത്യ വിരുദ്ധതയോ ഒക്കെ നമുക്ക് കാണേണ്ടി വരും. പക്ഷേ ഇവിടെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ശ്രീ അനിൽ ആന്റണി അടുത്ത കാലത്തൊന്നും ഈ കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തിൽ വന്ന ആളല്ല. നമുക്കറിയാം രാഹുൽ ഗാന്ധി വൈസ് പ്രസിഡൻ്റായിട്ട് കോൺഗ്രസിൻ്റെ ഒരു ഭാവി നേതാവായി പിന്നെ അടയാളപ്പെടുത്തപ്പെടുകയും പിന്നീട് അദ്ദേഹം പ്രസിഡൻ്റായിട്ട് മാറുകയൊക്കെ ചെയ്തു. ആ ഒരു കാലഘട്ടത്തിൽ തുടക്കം മുതൽ തന്നെ ഇദ്ദേഹം സ്റ്റാഫോർഡിലൊക്കെ പഠിച്ച് നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്. പുറത്ത് ജോലി ചെയ്തിരുന്നു. അതിനുശേഷം ഇന്ത്യയിലേക്ക് തിരികെ വന്നതാണ്. അപ്പോൾ അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ തുടക്കം മുതൽ അദ്ദേഹത്തിൻ്റെ ടീമിൽ ഒരു പെട്ട ഒരാളാണ്. നമ്മൾ ഈ നേരത്തെയൊക്കെ ചർച്ചയിൽ പറഞ്ഞ പോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെയും ഡിജിറ്റൽ മീഡിയയുടെയൊക്കെ പ്രാധാന്യം രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മോഡി അധികാരത്തിൽ വന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം വാസ്തവത്തിൽ ആ രംഗത്ത് BJP കാണിച്ച ഒരു എക്സലൻസ് ആയിരുന്നു. അപ്പോൾ അത് മനസ്സിലാക്കുന്നുണ്ട്. അത്തരം കഴിവുള്ള ആളുകൾ ഇങ്ങോട്ട് വരുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് തോന്നില്ല. പിന്നെ നമ്മളിവിടെ 2-3 പേര് പറഞ്ഞു, ജ്യോതിരാദിത്യ സിൻഹ അല്ലെങ്കിൽ സച്ചിൻ പൈലറ്റ്, ഇവരൊക്കെ വന്നത് അവരുടെ അച്ഛന്മാരുടെ പാനലിൽ തന്നെയാണ്. മാധവറാവ് സിന്ധ്യയുടെ മകൻ എന്ന നിലയിൽ തന്നെയാണ് ജ്യോതിരാദിത്യ സിന്ധ്യ വരുന്നത്. രാജേഷ് പൈലറ്റിൻ്റെ മകൻ എന്ന നിലയിലാണ് സച്ചിൻ വരുന്നത്. പക്ഷേ ഇവർക്കൊക്കെ അവരുടെ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് വളരെ തറപറ്റിപ്പോയ അവരുടെ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് ഒരു പുതു രക്തം നൽകുന്നതിൽ പുതുജീവൻ നൽകുന്നതിൽ നമുക്കറിയാം അങ്ങനെ പ്രവർത്തിച്ചു വരുന്ന നിലയിലല്ല ഇതിലൊരു ബാക്ക്ഡോർ എൻട്രി ഉണ്ട് എന്ന് പറയുന്ന ഒരു പ്രശ്നം അവിടെയാണ് ഉയരുന്നത്. അല്ല ശരത്തെ സച്ചിൻ പൈലറ്റും ജ്യോതിരാദിത്യ സിൻഹയും വന്നപ്പോൾ നമ്മളിത് ചർച്ച ചെയ്ത് തന്നെയാണ്. നിങ്ങളീ പറഞ്ഞതുപോലെ ചുവരെഴുതിയോ മുദ്രാവാക്യം വിളിച്ചോ അല്ലെങ്കിൽ തെരുവിൽ പ്രകടനം നടത്തിയോ ഒന്നും വന്നവരല്ല. അവരവരുടെ അച്ഛന്മാരുടെ ബാറിൽ തന്നെ വരികയും അവർ വളർന്നു വരികയും അവർക്ക് പാർട്ടിയിൽ കൃത്യമായ സ്ഥാനം, അവരുടെ വളർച്ച ജനങ്ങൾക്കിടയിൽ പൊതുപ്രവർത്തനം നടത്തിയാണ് ആ പാർട്ടിയുടെ തിരിച്ചറിവിന് സഹായിക്കുകയും സ്പോർട്സ് കോട്ട പോലെ
ഈ പ്രവേശനത്തിനുള്ള പല മാനദണ്ഡങ്ങളുണ്ടല്ലോ, ശരത്തെ പറയുന്നത് നേരിട്ട് മനസ്സിലാക്കൂ. പൊതു നിയമനത്തിനല്ലാതെ. ശരത്തെ അല്ലല്ല, ശരത്തെ ഞാൻ പറയുന്നത് ശരത്തിന് മനസ്സിലായില്ലേ? അവർ വർഷങ്ങൾക്ക് മുമ്പ് രാഷ്ട്രീയത്തിൽ വരുമ്പോൾ അവരുടെ ക്രെഡൻഷ്യൽസ്, ഈ രണ്ടുപേരുടെ ക്രെഡൻഷ്യൽസ് എന്ന് പറയുന്നത്, ഒരാൾക്ക് സിന്ധ്യ രാജകുടുംബത്തിലെ അംഗം മാധവറാവ് സിന്ധ്യയുടെ മകൻ എന്ന ലേബൽ, മറ്റേയാളിന് വളരെ താഴെ ലെവലിൽ നിന്ന് വളർന്നു വന്ന് കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവായി വന്ന രാജേഷ് പൈലറ്റിൻ്റെ മകൻ. ഈ രണ്ട് ക്രെഡൻഷ്യൽസ് ഉപയോഗിച്ച് തന്നെയാണ് അവർ വന്നത്. അവർ പിന്നീട് പ്രവർത്തിച്ചു, അവരുടെ അണികൾ പ്രവർത്തകരുടെ പ്രവർത്തിച്ചു. അവർ തെരഞ്ഞെടുത്തത് ഇപ്പോൾ അനിൽ ആന്റണിയെ ഇവിടേക്ക് വിടുന്നത് പ്രവർത്തകരുടെ ഇടയിൽ പ്രവർത്തിക്കാനല്ല. ഞാനത് തന്നെയാണ് പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞു ഇതിപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒത്തിരി മാറ്റം വന്നു ശരത്തെ. നമ്മളിവിടെ ഒരു ബന്ദ് നടത്തി, ഹർത്താൽ നടത്തി, മുദ്രാവാക്യം വിളിക്കൽ മാത്രമല്ല, ഇന്നിപ്പോൾ ജനങ്ങളുടെ അടിയിലേക്ക് ഓരോ പാർട്ടിയും സന്ദേശം എത്തിക്കുന്നതിന് അവരുടെ മാർക്കറ്റിംഗ്, ഇപ്പോൾ വാസ്തവത്തിൽ എന്താ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്ന മാർക്കറ്റിംഗ് ആണ്. ഓരോരോ പാർട്ടികളുടെ അതിലെ നേതാക്കളുടെ മാർക്കറ്റിംഗ് ആണ് വാസ്തവത്തിൽ നടത്തുന്നത്. അതിന് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ മീഡിയ മുതലായ മാധ്യമങ്ങൾ വളരെ പ്രയോജനമാണ്. അതിൽ ഈ വ്യക്തി ഒരു മിടുക്കനായിരിക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ, അദ്ദേഹം സ്റ്റാഫിലൊക്കെ പഠിച്ചാണ്. വരട്ടെ, വന്നിട്ട് അത് വരട്ടെ, അതിന്റെ മാറ്റങ്ങൾ വിലയിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. അതിന്റെ വിവിധ വശങ്ങൾ. ശരത്തെ ഒരു കാര്യം കൂടെ പറയാം. അല്ല ചർച്ച കേൾക്കൂ. അതല്ല ശരത്തെ, ചർച്ച പുരോഗമിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹത്തിന് വേണമെങ്കിൽ ഡൽഹിയിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നത്. പക്ഷെ അദ്ദേഹം കേരളത്തിലേക്കാണ് വരുന്നത്, കേരളത്തിലെ ഒരു യൂണിറ്റിൻ്റെ തലവനായിട്ടാണ് വരുന്നത് എന്നുള്ളത് വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്. അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ശരി, ഞാൻ വരാം. ശ്രീ ജേക്കബ് ജോർജ്, ഇത് യഥാർത്ഥത്തിൽ മറ്റൊരർത്ഥത്തിൽ ഇപ്പോൾ പിണറായി വിജയനും CPM-ഉം അല്ലെങ്കിൽ അങ്ങനെ ഒരു സർക്കാർ, ഇടത് സർക്കാർ ഒക്കെ നിൽക്കുന്ന ഘട്ടത്തിലാണ് പ്രതിപക്ഷത്ത് ഈ സോഷ്യൽ മീഡിയയിലൂടെ പാർട്ടിക്ക് ഒരു പുതുജീവൻ നൽകാനാണ് സാക്ഷാൽ AK ആന്റണിയുടെ മകനെ തന്നെ ഇവിടെ കൊണ്ടുവരുന്നത്. പ്രഖ്യാപനം നടത്തുന്നത് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. അപ്പോൾ ആ നിലയ്ക്ക് നമ്മൾ എങ്ങനെയൊക്കെ അതിൻ്റെ വശങ്ങളെ വിശദീകരിച്ചാലും ഒരർത്ഥത്തിൽ ഈ രാഷ്ട്രീയ അധികാരത്തിൻ്റെ ഒരു പിന്തുടർച്ച അവകാശം നൽകലല്ലേ, ഒരു പിൻഗാമിയെ വാഴിക്കലല്ലേ സത്യസന്ധമായി പറഞ്ഞാൽ സംഭവിച്ചത്? ശരത്തെ, അതിനെതിര് പറയാൻ എനിക്കും പറ്റുന്നില്ല. എതിര് പറയണമെന്ന് ഞാൻ പറഞ്ഞു. താങ്കളുടെ അഭിപ്രായം? സാക്ഷാൽ AK ആന്റണിയുടെ മകനെ ഒരു, ഈ സണിക്കുടി പറഞ്ഞത് മാർക്കറ്റിംഗ്, ഞാൻ പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അതാണ് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിംഗ് രീതി. മാർക്കറ്റിങ്ങിൻ്റെ സ്വഭാവം ഒഴിക്കുകയും, ഇപ്പോൾ ഫ്രിഡ്ജാണെങ്കിലും വിമാന കമ്പനി ആണെങ്കിലും വിൽക്കണമെങ്കിൽ, രാഷ്ട്രീയമാണെങ്കിലും രാഷ്ട്രീയ നേതാവിനെ വിൽക്കണമെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ സങ്കേതങ്ങൾ ഉപയോഗിച്ചേ പറ്റൂ. അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്, മാറിയ ആവശ്യമാണ്, യാതൊരു സംശയമില്ല. അതായത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഈ വെയിൽ കൊള്ളുക, മഞ്ഞു കൊള്ളുക, മഴ കൊള്ളുക, പോലീസിൻ്റെ കടി കൊള്ളുക, ജനങ്ങളുടെ ആവലാതി കേൾക്കുക, അങ്ങനെയുള്ളവരെല്ലാം മണ്ടന്മാരാണ്. അവരുടെ മുകളിലേക്കാണ് ഇതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ വലിയ പിന്തുടർച്ച അവകാശമുള്ള ആളുകൾ വരുന്നത്. അതെ, എത്രയോ പേര് പിള്ളേരെ. ഇപ്പം നമ്മുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ 70-ലെ ഒരു വലിയ സംഘം യൂത്ത് കോൺഗ്രസ്, 22, 26, 27, 28 വയസ്സുള്ള AK ആന്റണി, ഉമ്മൻചാണ്ടി തുടങ്ങിയവരൊക്കെ, അവരാരും ഇങ്ങനെ വന്നവരല്ല. അവരൊക്കെ കഷ്ടപ്പെട്ട്, ഉമ്മൻചാണ്ടിയൊക്കെ ബസ്സിലൊക്കെ കിടന്ന് ഈ പത്രം കടലാസ് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ വിരിച്ച് കിടന്നുറങ്ങിയാണ് KSUവിനെ വളർത്തിയത്. അങ്ങനെയുള്ളവരൊക്കെ ഇങ്ങോട്ട് വന്ന് ആദ്യം MLA-മാരായി. 70-ലെ 71-ൽ സാക്ഷാൽ വയലാർ രവി ചിറങ്കയിൽ മത്സരിച്ച് MP ആവുന്നു. കൊട്ര ഗോപാലകൃഷ്ണൻ, അങ്ങനെയുള്ള വലിയ വലിയ ജൈൻ കില്ലേഴ്സ് കോൺഗ്രസിന്റെ. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ഇത് കണ്ടില്ല. പക്ഷെ ഞാൻ ചിലതൊക്കെ എല്ലാ ആളുകൾ ഓർത്തു പോയില്ല. ഇപ്പോൾ K മുരളീധരന്റെ രാഷ്ട്രീയത്തിലേക്കുള്ള വരവ്, സേവാദളിന്റെ ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്തെ ഒരു അധികം പ്രാമുഖ്യമൊന്നുമില്ലാത്ത ഒരു പോഷക സംഘടനാ സംവിധാനം, സേവാദളിൻ്റെ ജില്ലാ നേതൃത്വത്തിൽ, അവിടെ നിന്ന് അതിൻ്റെ തലപ്പത്തേക്ക്. പിന്നീട് ശ്രീ AK ആന്റണി തന്നെ ഒരുപാട് കേരളം ചർച്ച ചെയ്തു. മൂത്രമൊഴിക്കാൻ പോയപ്പോൾ സ്ഥാനാർത്ഥിത്വം കിട്ടുന്ന നിലയിൽ K മുരളീധരന് സ്ഥാനാർത്ഥം കിട്ടുന്നതൊക്കെ കേരളത്തിന്റെ കോൺഗ്രസ് രാഷ്ട്രീയ ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുള്ള സംഭവങ്ങളാണ്. എന്നാലും അതിന്റെ മറുവശം കൂടി പറയണ ശരത്തെ, നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മറുവശം കൂടി പറയണം. ഞാനിപ്പോൾ അതിനെ ഞാനൊരു ഓപ്പണായിട്ട് തന്നെ കാണുന്നു. നെഹ്റുവിൻ്റെ മകളല്ലേ ഇന്ദിരാഗാന്ധി, ജവഹർലാൽ നെഹ്റു ഇന്ത്യ പ്രവർത്തിച്ചു വരട്ടെ. അതെ, ഞാൻ ചോദിക്കുന്നത്, ഞാനൊരു ഉദാഹരണം, ഈ ഡിജിറ്റൽ, എന്താണ് ഇതിൻ്റെ പേര്, ഡിജിറ്റൽ മീഡിയ കൺവീനർ, എല്ലാ മേഖലയ്ക്കും ഇപ്പോൾ കോൺഗ്രസ്സിൽ അങ്ങനെയാണല്ലോ, എല്ലാ പാർലമെൻ്ററി പ്രവർത്തനമാണല്ലോ ഇതിൻ്റെ എല്ലാം അവസാന വാക്ക്. അവിടെ ഒരു കോട്ട ഫിക്സ് ചെയ്താൽ ഇതിലൊരു സീറ്റ് ഡിജിറ്റൽ മീഡിയയ്ക്ക് നൽകാം, അതിൽ പ്രവർത്തിക്കുന്ന മിടുക്കന്മാർക്ക് നൽകാം എന്ന് തീരുമാനിച്ചാൽ ആദ്യ ചാൻസ് ആർക്ക് പോയി?
എന്റെ ചോദ്യം ആദ്യ ചാൻസ് ആർക്ക് പോയി? അതിന് സംശയമൊന്നുമില്ല. പക്ഷേ അപ്പോൾ ഇത്രയും കാലം മാത്യു കുഴൽനാടൻ വെള്ളം കോരിയത് വെറുതെ ആയില്ലേ? മാത്യു കുഴൽനാടൻ മാത്രമല്ല, ഇതിനിടയിൽ ഈ ബ്രിഗേഡിലേക്കും ഈ ഡിജിറ്റലിലേക്കും വന്നു എന്ന ആഹ്ലാദത്തോടെ ഫോട്ടോ പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ച മറ്റു ചെറുപ്പക്കാരുടെയും ആഗ്രഹങ്ങൾ വെറുതെയായി. നേരത്തെ എ കെ ആന്റണി രാജ്യസഭയിൽ കഴിഞ്ഞ് നമ്മളെ മത്സരിച്ചപ്പോൾ ഞാൻ അന്ന് നമ്മുടെ ഒരു ഇതുപോലൊരു ചർച്ച പറഞ്ഞതാണ്, എന്തുകൊണ്ട് ആ സീറ്റ് കുഴൽനാടന് കൊടുത്തുകൂടാ? അതേപോലെ ഡീൻ കുര്യാക്കോസ് ഇല്ലേ, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ്, കൊടുത്തുകൂടാ? ശ്രീ ജേക്കബ് ജോർജ്, ഇത് രാഷ്ട്രീയത്തിന് മാത്രമല്ല, ഏത് മേഖലയിലും പ്രവർത്തിച്ച് കഴിവ് തെളിയിച്ചാലേ കയറി വരാനാകൂ. അല്ല, കഴിവ് തെളിയിക്കാൻ ഒരു പ്ലാറ്റ്ഫോം വേണം. ഇപ്പം എ കെ ആന്റണിയുടെ മകനായതുകൊണ്ട് അവൻ ബ്രില്യൻ്റ് ആണ്, മിടുക്കനാളാണ്. ഈ അനിൽ ആന്റണി വളരെ മിടുക്കനാണ്. തിരുവനന്തപുരം CET പഠിച്ച ആളാണ്. അന്നേ മോക്മി എന്ന കമ്പനി തുടങ്ങിയ ആളാണ്, തുടങ്ങിയ പ്രധാനപ്പെട്ട ആളാണ്. അമേരിക്കയിൽ പോയി ജോലി ചെയ്തു, പഠിച്ചു, നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്. എന്തുകൊണ്ടും അർഹനാണ്, യാതൊരു സംശയമില്ല. പക്ഷേ ആന്റണിയുടെ മകൻ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു പദവി അതംഗീകരിക്കുന്നുണ്ട്. മകൻ ആയതുകൊണ്ട് കിട്ടിയ സ്ഥാനം എന്നുള്ളത് യാതൊരു സംശയമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ ഈ ഒരു പിൻഗാമിയെ വാഴിക്കലാണ്. ഈ സ്ഥാനം ആന്റണിയുടെ മകനാണെന്ന നിലയിലാണ് അതിനൊരു പ്രഥമ പരിഗണന വന്നതെങ്കിൽ. പക്ഷേ ആത്യന്തികമായിട്ട് കോൺഗ്രസ് പാർട്ടിയിലാണെങ്കിലും CPM-ലാണെങ്കിലും ജനപ്രതിനിധിയായിട്ട് നിലനിൽക്കണമെങ്കിൽ ജനങ്ങളുടെ അംഗീകാരം വേണം. നാളെ ഇപ്പം ജി കാർത്തികേയൻ്റെ മകൻ ശബരിനാഥ് തെരഞ്ഞെടുക്കപ്പെട്ടു, 2 തവണ തെരഞ്ഞെടുക്കപ്പെട്ടില്ലേ? ശബരിനാഥ് അവിടുത്തെ അതിൻ്റെതായ ഒരു വ്യത്യസ്തമായ സാഹചര്യം. അത് ശബരിനാഥിൻ്റെ ആദ്യ സംഭവമൊന്നുമല്ല. മരിക്കുന്നു, അവിടെ ആ സഹതാപ സാധ്യതകൾ നോക്കുന്നു, അല്ലെങ്കിൽ ഏറ്റവും അടുത്തൊരു ബന്ധുവിനെ അത് ഇപ്പുറത്ത് LDF ആയാലും UDF ആയാലും BJP ആയാലും ഇതൊക്കെ ചെയ്യും. പക്ഷെ അതിനെയൊന്നും താരതമ്യം ചെയ്യുന്ന യാതൊരു അർത്ഥവും. ശബരി കഴിവ് തെളിയിച്ചു, ജനങ്ങളുടെ പിന്തുണ ഉറപ്പാക്കി. അതുപോലെ കെ മുരളീധരൻ ഇന്ന് കോൺഗ്രസിലെ എന്നല്ല പൊതു രാഷ്ട്രീയത്തിലെ തന്നെ മുൻനിര നേതാക്കന്മാരിൽ ഒരു പ്രധാനപ്പെട്ട ആളാണ്. ഞാൻ ചോദിക്കുന്ന ഈ അരുവിക്കരയിൽ ഇതേ സാഹചര്യത്തിൽ ജി കാർത്തികേയൻ മാറി നിന്നിട്ട് ഇനി ഞാൻ എന്റെ മകൻ മത്സരിക്കട്ടെ എന്നാണ് തീരുമാനിക്കുന്നെങ്കിൽ ഈ ശബരിനാഥിനോട് ഇതേ ന്യായം അതൊരു പ്രത്യേക സാഹചര്യമാണ്. അരുൺ രാജ്, എങ്ങനെയുണ്ട് ഏറ്റവും പ്രിയപ്പെട്ട നേതാവിന്റെ മകൻ നിങ്ങളുടെ തന്നെ നേതാവായി ഒരു പുതിയ സാഹചര്യത്തിലൂടെ കേരളത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് വരികയാണ്? KPCC എക്സിക്യൂട്ടീവ് അംഗമാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു 3 ടേം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. KP അനിൽകുമാറോ ലിജുവോ ഒക്കെ പ്രസിഡന്റായിരുന്ന കമ്മിറ്റികളിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളാണ് അരുൺ രാജ്. ഇപ്പോൾ തന്നെ ഈ ഡിജിറ്റൽ പ്രവർത്തനങ്ങൾക്കായിട്ട് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു സംവിധാനം കേരളത്തിലില്ലേ? അരുൺ രാജ്. ശരത്, ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രീ അനിൽ ആന്റണിക്ക് കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നതിന് യാതൊരു തടസ്സവുമില്ല. പക്ഷേ അദ്ദേഹം കടന്നു വന്ന രീതി, ആ രീതി കേരളത്തിലെ 100 കണക്കിന് ചെറുപ്പക്കാർ, എന്നോടൊപ്പം യൂത്ത് കോൺഗ്രസിൽ KSUവിൽ പ്രവർത്തിച്ചിരുന്ന, ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളായിരുന്ന, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളായിരുന്ന 100 കണക്കിന് ചെറുപ്പക്കാർ ഒരു പദവിയുമില്ലാതെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ. കാരണം കഴിഞ്ഞ ഒരു 8 വർഷത്തോളമായി കേരളത്തിൽ പാർട്ടിയിൽ പുനഃസംഘടന നടന്നിട്ടില്ല, KPCCയിൽ പുനഃസംഘടന നടന്നിട്ടില്ല. KPCCയുടെ പ്രസിഡന്റുമാർ മാറി എന്നുള്ളതല്ലാതെ KPCCയുടെ ഭാരവാഹികളിൽ മാറ്റമുണ്ടായിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിൽ 100 കണക്കിന് ചെറുപ്പക്കാർ, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളായിരുന്നവർ, ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളായിരുന്നവർ, ബ്ലോക്ക് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളായിരുന്നവർ, ഇവരൊക്കെ ഒരു പദവിയും കിട്ടാതെ ഈ പാർട്ടിയുടെ പടിപ്പുറത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ KSUവിലോ യൂത്ത് കോൺഗ്രസ്സിലോ പ്രവർത്തിച്ച് യാതൊരു പാരമ്പര്യവുമില്ലാത്ത, അത് ഏത് വലിയ നേതാവിൻ്റെ മകനായാലും ശരി, ഇത്തരമൊരു രീതിയിൽ കൊണ്ടുവന്ന് ഞങ്ങളുടെയൊക്കെ മുകളിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച ഒരു രീതി, ആ രീതിയെ ഞങ്ങൾക്കൊരു കാരണവശാലും അംഗീകരിക്കുവാൻ കഴിയില്ല. ഇതൊക്കെ വളരെ മുൻകൂട്ടി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിസംബർ മാസം 15-ാം തീയതി രാഷ്ട്രീയകാര്യ സമിതി കൂടിയപ്പോൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിനും രാഷ്ട്രീയകാര്യ സമിതിയിലെ മറ്റ് അംഗങ്ങൾക്കും ഞാനൊരു കത്ത് നൽകുകയുണ്ടായി. നേതാക്കന്മാരുടെ മക്കളെ പാർലമെൻ്ററി രംഗത്തും അതുപോലെ പാർട്ടി പദവികളും അടിച്ചേൽപ്പിക്കുവാനുള്ള ഒരു നീക്കം നടക്കുന്നു എന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനൊരു കത്ത് നൽകിയത്. അത് മാധ്യമങ്ങളിലൊക്കെ വരികയുണ്ടായി. പക്ഷേ ആ കത്തിന് ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, അനിൽ ആന്റണി സൂചന നിങ്ങൾക്കുണ്ടായിരുന്നു അല്ലേ? സൂചന ഉണ്ടായിരുന്നു. അത് AK ആന്റണിയുടെ മകനെ മാത്രമല്ല, ബഹുമാനായ MI ഷാനവാസ് വയനാട് പാർലമെന്റ് അംഗമായിരുന്നു, അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മകളെ അവിടെ പാർലമെന്റിൽ മത്സരിപ്പിക്കുവാൻ നീക്കം നടക്കുന്നു. CN ബാലകൃഷ്ണൻ മരണപ്പെട്ടു. CN ബാലകൃഷ്ണൻ്റെ മകളെ KPC ഭാരവാഹിയായിട്ട് കൊണ്ടുവരുവാൻ ഒരു നീക്കം നടക്കുന്നു. ഇതിനൊക്കെ ഒരു ടെസ്റ്റ് ഡോസ് എന്നുള്ള രീതിയിലാണ് വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനായ ശ്രീ ജി കാർത്തികേയൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനെ ഇവർ അരുവിക്കരയിൽ സ്ഥാനാർത്ഥിയാക്കിയത്. അവിടെ മത്സരിക്കാൻ യോഗ്യതയുള്ള ഒട്ടനവധി ചെറുപ്പക്കാരും സീനിയർ നേതാക്കന്മാരും കോൺഗ്രസിനകത്തുണ്ടായിരുന്നു. ശ്രീ K മോഹൻകുമാർ, യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്ന പ്രശാന്ത്, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹിയും യൂത്ത് കമ്മീഷൻ്റെ ചെയർമാനുമായിരുന്ന RV രാജേഷ് അടക്കമുള്ളവർ മത്സരിച്ചിരുന്നുവെങ്കിലും അവിടെ ജയിക്കുമായിരുന്നു. പക്ഷേ ശബരിനാഥനെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്ന് ഇവരൊരു ടെസ്റ്റ് ഡോസാണ് അവിടെ നടത്തിയത്. അപ്പോൾ ആരും ശ്രീ ജി കാർത്തികേയനോടുള്ള വ്യക്തിപരമായ അടുപ്പം കൊണ്ട് അദ്ദേഹം മരണപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഞാൻ അടക്കമുള്ള പലരും
അന്ന് അതിനെ എതിർക്കുവാൻ മുന്നോട്ട് വന്നില്ല. അപ്പോൾ ആ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് ശബരിനാഥൻ കേരള രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നു. ഇന്നിപ്പോൾ KSUവിലും യൂത്ത് കോൺഗ്രസിലും വലിയ പാരമ്പര്യമൊന്നും ഇല്ലാത്ത ശബരിനാഥനെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആക്കുവാനുള്ള നീക്കമാണ് ഈ പാർട്ടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മക്കളെ ഏത് രീതിയിലായാലും കോൺഗ്രസ് പാർട്ടിയുടെ തലപ്പത്ത് കൊണ്ടുവരുന്ന ഒരു രീതി, ഏറ്റവും പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശ്രീ ശശി തരൂരിനെ IT സെല്ലിൻ്റെ കൺവീനറായി നിയോഗിപ്പിച്ചപ്പോൾ പോലും ഒരു പത്രക്കുറിപ്പിലൂടെയാണ് പാർട്ടി അക്കാര്യം പുറത്തറിയിച്ചത്. പക്ഷേ ഇന്ന് ഡൽഹിയിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തിയാണ് ശ്രീ അനിൽ ആന്റണിയെ KPCCയുടെ ഒരു സെല്ലിന്റെ KPC ഭാരവാഹിക്ക് തത്തുല്യമായ ഒരു പദവിയാണ് അദ്ദേഹത്തിന് നൽകിയത്. അരുൺരാജിന്റെ ഓർമ്മയ്ക്ക് വേണമെങ്കിൽ ചില കാര്യങ്ങൾ കൂടി പറയാം. വളരെ വലിയൊരു മുന്നറിയിപ്പ് കൂടി അരുൺരാജിനടക്കം ഈ പറഞ്ഞതിൽ തന്നെ അതിലുണ്ട്. പാർട്ടിയെയും പാർട്ടി നേതാക്കളെയും ആരപകീർത്തിപ്പെടുത്തിയാലും ഉടൻ അച്ചടക്ക നടപടി എന്ന ശശി തരൂർ കമ്മിറ്റി ശുപാർശ കർശനമായി നടപ്പിലാക്കാനുള്ള തീരുമാനമെടുത്ത ശേഷമാണ് മുല്ലപ്പള്ളി ഇത് പറഞ്ഞത്. അതായത് നിങ്ങളൊന്നും മിണ്ടിപ്പോവരുത്, ഇത് അംഗീകരിച്ചു കൊള്ളണം, വരുന്നത് നമ്മുടെ നേതാവ് AK ആന്റണിയുടെ മകനാണ് എന്നൊരു സ്വരം അതിലുണ്ട്. മുല്ലപ്പള്ളി തന്നെയാണ് ഇത് പറഞ്ഞത്. ഞാനൊക്കെ KSUവിലൂടെ സാധാരണ ഒരു KSU പ്രവർത്തകനായി KSU യൂണിറ്റ് ഭാരവാഹിയായി മണ്ടന്മാരാണെന്ന് നിങ്ങളുടെ തന്നെ നേതാക്കൾ നിങ്ങളെ പഠിപ്പിച്ചു. അതെ, കടന്നു വന്ന ആളുകളാണ്. അപ്പോൾ ഞങ്ങളെ ഇത്തരത്തിലുള്ള ഇതൊന്നും കാണിച്ച് ഭയപ്പെടുത്താൻ ആര് വിചാരിച്ചാലും നടക്കുകയില്ല. കാരണം ഞങ്ങൾ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ കേരളത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നടന്നുകൊണ്ടിരുന്നത് ശ്രീ K മുരളീധരനെ രാഷ്ട്രീയ രംഗത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ പേരിലുണ്ടായ തിരുത്തൽ വാദവും, അന്ന് K മുരളീധരൻ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ തിരുത്തൽ വാദം എന്നുള്ള പേരിൽ കുറേ നേതാക്കന്മാരെ, I ഗ്രൂപ്പിൽ തന്നെ ഉണ്ടായിരുന്ന കുറേ നേതാക്കന്മാരെ കുത്തിയിളക്കി അവരെ കൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചത് ഈ പറയുന്ന ശ്രീ AK ആന്റണിയും ഉമ്മൻചാണ്ടിയും അടക്കമുള്ള നേതാക്കന്മാരാണ് എന്നത് പകൽ പോലെ ഞങ്ങൾക്കൊക്കെ വ്യക്തമാണ്. അപ്പോൾ അവരുടെ മക്കളെ ഞങ്ങളുടെയൊക്കെ മുകളിലൂടെ അവർ മക്കളെ കൊണ്ടുവരുന്നതിന് ഞങ്ങളാരും എതിരല്ല. പക്ഷേ KSUവിലോ യൂത്ത് കോൺഗ്രസിലോ പ്രവർത്തന പാരമ്പര്യമുള്ള മക്കളെ, ഉമ്മൻചാണ്ടിയുടെ മകൻ, ഇപ്പോൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ട് ഞാനൊരു കാര്യം പറയുന്നു. ഉമ്മൻചാണ്ടിയുടെ മകൻ ശ്രീ ചാണ്ടി ഉമ്മൻ KSUവിലും യൂത്ത് കോൺഗ്രസിലും ഒക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള ആളാണ്. ചാണ്ടി ഉമ്മൻ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്നതിന്, രാഷ്ട്രീയ രംഗത്ത് പദവികൾ വഹിക്കുന്നതിന് ഞങ്ങളാരും എതിരല്ല. പക്ഷേ ഇതിലൊന്നും യാതൊരു വിധത്തിലുള്ള പാരമ്പര്യവുമില്ലാത്ത ഒരാളിനെ, ഞാൻ 30 വർഷമായി KSU യൂത്ത് കോൺഗ്രസ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണ്. അനിൽ ആന്റണി KSUവിലും യൂത്ത് കോൺഗ്രസിലും എന്ത് സംഭാവന നൽകിയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത്ര ഇനിയിപ്പോൾ വരുന്നൊരു വാദം, എനിക്കിപ്പോൾ ശ്രീ CR-ലേക്കും അതുപോലെ ശ്രീ സണ്ണിക്കുട്ടിയിലേക്കും ശ്രീ ജേക്കബ് ജോർജിലേക്കുമാണ് അരുൺ ഉന്നയിക്കുന്ന ഈ രാഷ്ട്രീയ വിമർശനങ്ങൾ ഒരു തുറന്നു പറച്ചിലിൻ്റെ അവരുടെ അഭിപ്രായം കേൾക്കാൻ ആഗ്രഹമുണ്ട്. അതിന് മുമ്പ് പക്ഷേ ഇതൊരു വ്യത്യസ്തമായ തലമാണ്, ഡിജിറ്റൽ മീഡിയ ആണ്. അവിടെ നിങ്ങൾ ആരും ചെല്ലരുത്, നിങ്ങൾക്കൊന്നും അറിയാത്ത പണിയാണത്. അത് അറിയണമെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ പഠിച്ചിരിക്കണം, മാനേജ്മെൻറ്റ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ ബിരുദധാരിയാവണം, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ വലിയ അവഗാഹമായ ധാരണ വേണം. അതുപയോഗിച്ച് ഗുജറാത്തിലെ പോലൊരു സ്റ്റേറ്റിൽ കോൺഗ്രസിന് മെച്ചമുണ്ടാക്കിയെന്ന് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിന് തോന്നണം. ആ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി കേരളത്തിലേക്ക് വന്നാൽ നിങ്ങൾക്കൊന്നുമില്ലാത്ത ആ വൈദഗ്ധ്യത്തിലൂടെ പാർട്ടിയെ രക്ഷിക്കാൻ കഴിയും എന്ന് ധരിക്കുകയാണ്. ആ നിലയിലാണ് നിങ്ങൾക്കൊന്നുമില്ലാത്തൊരു യോഗ്യതയായി പറയുന്നത്. ഈ ഡിജിറ്റൽ മീഡിയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ധാരണയുള്ള ചെറുപ്പക്കാർ നിലവിൽ കേരളത്തിൽ കോൺഗ്രസിലുണ്ടോ? തീർച്ചയായും. കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായി കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഔദ്യോഗികമായും അനൗദ്യോഗികമെന്ന് ഞാൻ പറയുന്നത്, പാർട്ടിക്ക് നേരെ വിമർശനങ്ങൾ ഉയരുമ്പോൾ അത് CPM-ൻ്റെ ഭാഗത്തു നിന്നായാലും BJP-യുടെ ഭാഗത്തു നിന്നായാലും പാർട്ടിക്ക് നേരെ സോഷ്യൽ മീഡിയയിലൂടെ വിമർശനങ്ങൾ നൽകുമ്പോൾ അതിനൊക്കെ മറുപടി പറഞ്ഞുകൊണ്ടിരുന്നത് KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും സംസ്ഥാന ഭാരവാഹികളും ജില്ലാ പ്രസിഡന്റുമാരുമായിരുന്ന ആൾക്കാരാണ്. ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം പറയാം. തിരുവനന്തപുരത്തെ KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റായിരുന്ന TR രാജേഷ് കഴിഞ്ഞ കുറേ കാലമായി CPM-ൻ്റെയും BJP-യുടെയും വിമർശനങ്ങൾക്ക് ശക്തമായ ഭാഷയിൽ സോഷ്യൽ മീഡിയയിൽ മറുപടി നൽകുന്നതും കോൺഗ്രസിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് TR രാജേഷ്. അപ്പോൾ ആ TR രാജേഷിനെ പോലുള്ള ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇതുപോലെ നേതാവിൻ്റെ മകനാണ് എന്നുള്ളൊരു ഒറ്റ ക്വാളിറ്റി ഇത് പ്രഖ്യാപിക്കുമ്പോൾ ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് പറഞ്ഞത് ഗുജറാത്തിൽ ശരത്തൂടെ സൂചിപ്പിച്ചതുപോലെ ഗുജറാത്തിൽ കഴിവ് തെളിയിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തെ കേരളത്തിലേക്ക് ആനയിക്കുന്നത് എന്നാണ്. എനിക്കപ്പോഴാണ് മനസ്സിലായത്. ഈ ഗുജറാത്തിൽ ഞാൻ ധരിച്ചത് ജിഗ്നേഷ് മെവാനിയും അല്ലെങ്കിൽ ഹാർദിക് പട്ടേലിൻ്റെ അവിടുത്തെ സമരവും ഇതൊക്കെ കൊണ്ടുണ്ടായ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്, BJP-യുടെ ജനപിന്തുണയിൽ ഇടിവുണ്ടായി, അതിനെ സമർത്ഥമായി രാഹുൽ ഗാന്ധി മുന്നോട്ട് നയിച്ചു എന്നാണ് മനസ്സിലാക്കി. ഇപ്പോൾ മുല്ലപ്പള്ളി പറഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് കോൺഗ്രസിനെ അവിടെ മെച്ചപ്പെടുത്തിയതെന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഒരു പ്രത്യാശ തോന്നി. കാരണം പിണറായിക്ക് ഒരു എതിരാളിയെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കൊണ്ടുവരുന്നെങ്കിൽ നല്ല കാര്യമല്ലേ? അല്ല, കോൺഗ്രസിൽ IT സംബന്ധമായോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സംബന്ധമായോ ഉപദേശങ്ങളൊക്കെ നൽകി കോൺഗ്രസ് പാർട്ടിയെ തെരഞ്ഞെടുപ്പിന് സജ്ജമാക്കണമെങ്കിൽ നമ്മൾ ബീഹാറിലും പിന്നീട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുമൊക്കെ ശ്രീ പ്രശാന്ത് കിഷോറിനെ പിന്നീട് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയൊക്കെ ഏൽപ്പിച്ചിരുന്നു. അത് പക്ഷേ പെയ്ഡ് പോസ്റ്റാണ്. അപ്പോൾ അനിൽ ആന്റണി ഒരു പെയ്ഡ് പോസ്റ്റിലേക്ക് കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നത് നന്നായിരിക്കും. അതല്ലാതെ അതെ കോൺഗ്രസിന്റെ KPCC-യുടെ ഭാരവാഹിക്ക് തത്തുല്യമായ പദവി നൽകിക്കൊണ്ട് ഒരു സുപ്രഭാതത്തിൽ കേരളത്തിൽ ഈ പാർട്ടിക്ക് വേണ്ടി തെരുവിലെ പ്രശ്നം മനസ്സിലായി. അതായത് ശ്രീ CR നീലകണ്ഠൻ, ഒരു കൂട്ടിച്ചേർക്കലും വേണ്ട, കോൺഗ്രസിനകത്ത് സജീവമായി നിൽക്കുന്ന ആളുകളുടെ ഒരു പൊതുവികാരത്തിൻ്റെ പ്രതിഫലനമുണ്ട്.
അതിൻ്റെ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും അതല്ല ഞാൻ പറയുന്നത്. ഗൗരവമുള്ള ഒരു പ്രശ്നം അരുൺ രാജ് അവതരിപ്പിച്ചതിലുണ്ടോ? തീർച്ചയായിട്ടും. അതിനു മുമ്പ് സണ്ണിക്കുട്ടി പറഞ്ഞ ഒരു കാര്യം, ഒരു ക്ലാരിഫിക്കേഷൻ. അദ്ദേഹം ഞാൻ ആം ആദ്മി പാർട്ടിയെക്കുറിച്ച് പറഞ്ഞത് ആം ആദ്മി പാർട്ടിയിൽ ആരും പ്രവർത്തിക്കരുത് എന്നല്ല, ഭരണഘടനയെ പറ്റി പറഞ്ഞത് വളരെ കൃത്യമായ ഒരു കാര്യമാണ്. ഒരേ സമയം രണ്ടുപേർ ആം ആദ്മി പാർട്ടിയുടെ ഭാരവാഹികളായി ഇരിക്കാൻ പാടില്ല. അത് കൃത്യമായ നിയമമാണ്. അത് ജനാധിപത്യത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. കാരണം വടക്കേ ഇന്ത്യയിൽ നിലനിൽക്കുന്ന കുടുംബാധിപത്യത്തിന് എതിരായ നിലപാടെടുക്കുന്നതിൻ്റെ പ്രഖ്യാപനമാണ്. അതവിടെ നിൽക്കട്ടെ, ഞാൻ അതിൻ്റെ തർക്കത്തിലേക്കല്ല. അതിൽ ജനാധിപത്യ പ്രശ്നമുണ്ടോ നമുക്ക് വേറെ ചർച്ച ചെയ്യാം. ഇപ്പോൾ നേരത്തെ ശരത്ത് ചോദിച്ച ചോദ്യം, തീർച്ചയായും അരുൺ രാജിനെ പോലെ ഒരു യുവാവിന് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകന് ഇത് പറയാനുള്ള എല്ലാ അവകാശവുമുണ്ട്. ഞാൻ പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ നിലപാടിലേക്ക്, അരുൺ രാജ് പറഞ്ഞ നിലപാടിലേക്ക് എത്തണം. താഴെ തട്ടിൽ നിന്ന് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടിയും എ കെ ആന്റണിയും വർക്ക് ചെയ്ത പോലെ മാത്രം വർക്ക് ചെയ്തോളണമെന്നില്ല. സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യാം. സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നത് ഒരു മോശം കാര്യവുമല്ല. ഇപ്പോൾ കേരളത്തിലേക്ക് എനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയയിലെ വർക്ക് എന്ന് പറഞ്ഞാൽ കേവലം സോഷ്യൽ മീഡിയയിലെ ടെക്നോളജിയുടെ അറിവാണെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ആ ടെക്നോളജിയുടെ അറിവ് കിട്ടാൻ ഇപ്പോൾ നമുക്ക് ടെക്നോ പാർക്കിൽ നിന്ന് 2 പിള്ളേരെ വിളിച്ചിരുത്തിയാൽ കിട്ടും. പക്ഷേ പ്രധാനം വേണ്ടത് പൊളിറ്റിക്കൽ നോളജാണ്. സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നതിന് പൊളിറ്റിക്കലാണ് സോഷ്യൽ മീഡിയ. അപ്പോൾ അത് ഫേസ്ബുക്കിൽ എങ്ങനെ ഇടണം, അതെങ്ങനെ കോപ്പി ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ അത് പ്രസൻറ്റ് ചെയ്യണം, എങ്ങനെ വീഡിയോ ഉണ്ടാക്കണം എന്നറിയുന്നതല്ല പൊളിറ്റിക്കൽ സോഷ്യൽ മീഡിയ. ആ നോളജ് സ്റ്റാൻഫോർഡിൽ നിന്ന് കിട്ടിയോ വേറെ എവിടെന്നെങ്കിലും കിട്ടിയോ എന്നുള്ളതൊന്നും ഒരു കാര്യമല്ല. അത് അരുൺ രാജ് പറഞ്ഞത് ശരിയാണ്. വേണമെങ്കിൽ ഒരു അഡ്വൈസറായിട്ട്, ഒരു ടെക്നിക്കൽ അഡ്വൈസറായിട്ട് അദ്ദേഹത്തെ വെക്കാം. പക്ഷേ ഇവിടെ ടെക്നിക്കൽ അഡ്വൈസറായിട്ടല്ല വെച്ചിട്ടുള്ളത്, KPCC ഭാരവാഹി എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് വെച്ചിട്ടുള്ളത്. അതുതന്നെയാണ് അതിൻ്റെ ഗൗരവം. അദ്ദേഹത്തിനെ പൊളിറ്റിക്കലായിട്ടാണ് ഇവിടെ ഇൻഡക്റ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ടെക്നിക്കലായിട്ട് ആരെ വേണേ വെച്ചോളൂ. ഇപ്പോൾ പിണറായി വിജയൻ 8-10 ഉപദേഷ്ടാക്കളെ വെച്ചിട്ടുണ്ട്. നമുക്കാർക്കും വിരോധമില്ല. അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാക്കളാണ്, അത് ഉപദേശിച്ചോട്ടെ, നല്ല കാര്യം. പക്ഷേ അവർ രാഷ്ട്രീയമായി ഇവിടെ CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പർമാരായി ഇങ്ങോട്ട് വന്നാൽ അതങ്ങനെ അംഗീകരിക്കാൻ പറ്റുക? ഏത് പാർട്ടിയുടെ എങ്ങനെ അംഗീകരിക്കാൻ പറ്റുക? അങ്ങനെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് മാത്രവുമല്ല, ഈ താഴെയുള്ള ആളുകൾ തീർച്ചയായും നിരാശരാവില്ലേ? വലിയ നിരാശയാവും. അല്ലെങ്കിൽ അത്രയ്ക്കും ഗ്ലാമറുള്ള ഒരാളാണ് വരുന്നത് എന്ന് ബോധ്യപ്പെടുത്തണം. മുല്ലപ്പള്ളി ഇന്ന് അതിനാണ് ശ്രമിച്ചത് പത്രസമ്മേളനത്തിൻ്റെ ഞാൻ കേട്ടിടത്തോളം. പക്ഷെ അങ്ങനെ ഒരു ഗ്ലാമർ ഒന്നും കേരളത്തിലില്ല. മാത്രമല്ല, കേരളം മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായൊരു സ്ഥലമാണ്. ഇവിടെ യുവാക്കൾ വരെ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സ്ഥലമാണ്. ഞാനിപ്പോൾ ഇന്ന് ആലപ്പാട് നിന്നാണ് വരുന്നത്. അവിടെ ഒരു സമരം തന്നെ സോഷ്യൽ മീഡിയക്കാർ കേരളത്തിൽ മുഴുവൻ എത്തിച്ചതാണ്. കേരളത്തിൽ നിരവധി വിഷയങ്ങൾ സോഷ്യൽ മീഡിയ ഹൈപ്പ് ചെയ്ത് കൊണ്ടുവന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളാക്കി മാറ്റാൻ കഴിവുള്ളവരാണ്. അത് അവരുടെ പൊളിറ്റിക്കലാണ്, അതവരുടെ സോഷ്യൽ മീഡിയ ശേഷിയല്ല കാണിക്കുന്നത്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ആർക്കും ഇപ്പോൾ ഒരു വാട്സപ്പ് മെസ്സേജ് ഇടാനോ അതൊന്നും ഒരു വലിയ ടെക്നോളജി അല്ല. ഒരു പക്ഷേ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എനിക്ക് ഒട്ടും മനസ്സിലായില്ല. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പിൽ വരിക? ശരത്ത് ചോദിച്ചു വളരെ കൃത്യമാണ്. ജിഗ്നേഷ് മേവാനിയും അല്ലെങ്കിൽ ഹാർദിക് പട്ടേലും അവിടുത്തെ സമരങ്ങളും അവർ ചേർന്നിട്ടുള്ള ഒരു കെമിസ്ട്രിയും അവരെ രാഹുൽ ഗാന്ധി സംഗമിപ്പിച്ചതും ഒക്കെയാണ് ഗുജറാത്തിൽ മുന്നേറ്റം ഉണ്ടായതിന് കാരണമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് തീർച്ചയായിട്ടും അതിന് പകരം അവിടെ എന്തോ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ഇത് സോഷ്യൽ മീഡിയ വർക്ക് ചെയ്തു, അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഭയങ്കരമായ കഴിവുണ്ട് എന്ന് പറയുന്നത് ഒട്ടും തന്നെ, ഒരുപക്ഷെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അറിയാത്തത് കൊണ്ടാവാം അദ്ദേഹം അങ്ങനെ പറയുന്നത്, എനിക്കറിയില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇതല്ല, അത് റോബോട്ടിക്സ് പോലെയുള്ള സംഗതികൾ. അതൊന്നും റോബോട്ടുകളാണോ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത്? ഞാൻ അങ്ങനെ കണക്കാക്കുന്നില്ല. യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയ പൊളിറ്റിക്കലായ ഒരു വർക്കാണ്. അതാണ് ശ്രീ സിയാർ അതിനകത്തുള്ള പോരായ്മകളും അതിന്റെ യുക്തിരാഹിത്യവും സൂചിപ്പിച്ചല്ലോ. ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പ്രശ്നമല്ല, ഇതൊരു ആർട്ടിഫിഷ്യൽ പൊളിറ്റിക്സ് ആയി കാര്യങ്ങൾ മാറുന്നു എന്നുള്ളിടത്താണ് അനിൽ ആന്റണി പൊളിറ്റിക്കൽ ആണോ എന്ന ചോദ്യം വരുന്നത്. ശ്രീ സണ്ണിക്കുട്ടി, ഇതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം. അരുൺ രാജൊക്കെ പ്രവർത്തിച്ച് നിൽക്കുന്ന ഇതിനെല്ലാം പലതായി കാണാനുള്ള ശേഷിയൊക്കെ എല്ലാവർക്കും ഉണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ പുതിയ കാലം, ഡിജിറ്റൽ മീഡിയ, അതിലൂടെ പ്രചരിപ്പിക്കുന്നത്, അതിനുവേണ്ടി എടുക്കുന്നൊരു എഫേർട്ട്, അതിനെല്ലാം കാണുമ്പോഴും ഒരു പൊളിറ്റിക്കലായി തന്നെ കൊണ്ടുവെക്കുമ്പോഴുണ്ടാകാവുന്ന ചോദ്യം ചെയ്യലാണ് അരുൺ രാജ് ചെയ്തത്. അത് രാഷ്ട്രീയമായി തള്ളിക്കളയാവുന്നതുമല്ലല്ലോ. ഒരിക്കലുമല്ല. കാരണം ഈ പാനലിൽ ജേക്കബ് ജോർജ്, ശ്രീ നീലകണ്ഠൻ, ഞങ്ങൾക്ക് 3 പേർക്കും അഭിപ്രായം പറയാനേ പാടുള്ളൂ. പക്ഷേ അതിനേക്കാൾ ഉപരി ആധികാരികമായിട്ട് അതിനെ ചോദ്യം ചെയ്യാൻ കഴിവുള്ള ഏക ആൾ അരുൺ രാജ് തന്നെയാണ്. എനിക്ക് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വികാരം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അദ്ദേഹത്തെ പോലെ നൂറായിരം ആളുകൾ യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും പ്രവർത്തകർ, അതിപ്പോൾ 70 യൂത്ത് കോൺഗ്രസ് സജീവമായ അല്ലെ KSU സജീവമായ പിന്നെ ഒരണ സമരം മുതലുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ
ശരത്ത്, ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ഈ അനിൽ ആൻ്റണിയെ ബന്ധിപ്പിച്ചുകൊണ്ടല്ല പറഞ്ഞു. ഞാൻ അരുൺ രാജ് മനസ്സിലാക്കാൻ ചില കാര്യങ്ങൾ പറയാം. നമുക്ക് ധാരാളം പ്രവർത്തകർ വരും. ഇതൊരു വലിയ ഭാഗ്യത്തിൻ്റെയും കൂടെയാണ് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഉയർന്നു വരാൻ പറ്റുന്നത്. എത്രയോ മിടുക്കന്മാരായ ആളുകൾ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും KS-ൻ്റെയും നേതൃത്വ പദവിയിലുണ്ടാകുന്നത് എങ്ങും എത്താതെ പോയ ഒരു കാലമുണ്ട്. ഞാൻ അരുണിനെ അറിയോ എന്നറിയില്ല. തലശ്ശേരിയാണെന്ന് തോന്നുന്നു, ഒരു മോഹൻദാസ് എന്ന് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുണ്ടായിരുന്നു. അത് ശ്രീ വയലാർ രവിയുടെ തത്തുല്യമായ ഏതാണ്ട് ഒരേ ലെവലിൽ KS-ൻ്റെ തുടക്കം മുതൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഒക്കെ തുടക്കം മുതൽ പ്രവർത്തിച്ച് വന്ന ഒരാൾ. അദ്ദേഹം ഇപ്പോൾ ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ഇദ്ദേഹം അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഒരു വലിയ നേതാവായി വളരേണ്ട ഒരാളായിരുന്നു. പക്ഷേ അന്നത്തെ യൂത്ത് കോൺഗ്രസിലെ ഒരു നേതാവുമായുള്ള ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അദ്ദേഹം ഒരു നിലപാടെടുത്തു, ആ നിലപാട് ഉറച്ചു നിന്നു. നേതാക്കന്മാരുടെ പെട്ടിയെടുക്കാൻ പോയില്ല. അദ്ദേഹം രാഷ്ട്രീയ ഭാവി നഷ്ടപ്പെട്ട, ഒരുപക്ഷെ നമ്മളാരും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇയാളിനെ അറിയണമെന്നില്ല. പക്ഷേ ഇത് വളരെ ഏറ്റവും പ്രതീക്ഷയുള്ള കഴിവുള്ള ഒരു ചെറുപ്പക്കാരുണ്ട്. വയലാർ രവിയെ പോലൊക്കെ തന്നെ ഉയർന്നു വരാവുന്ന ഒരാൾ നഷ്ടപ്പെട്ടു പോകുന്നു. ഇതൊക്കെ ചരിത്രത്തിൽ സംഭവിക്കുന്ന. ഞാൻ ഈ യൂത്ത് കോൺഗ്രസ്സിന് KS-ന് പദവി അല്ലെങ്കിൽ അംഗീകാരം കിട്ടാത്തതിനെ കുറിച്ചൊക്കെ ഉള്ള ചർച്ചകളിൽ അരുൺ രാജ് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കത്. ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യം ആവർത്തിക്കുക. കാരണം 70കളുടെ കാര്യമൊക്കെ പറഞ്ഞു. അത് AK ആന്റണി, ഉമ്മൻചാണ്ടി, N രാമകൃഷ്ണൻ, AC ഷൺമുഖദാസ്, കൊട്ടറ ഗോപാലകൃഷ്ണനൊക്കെ അങ്ങനെ 5-6 പേര് ജയിച്ചു വന്നൊരു കാലമുണ്ട്. അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പുഷ്കലകാലം തുടങ്ങുക. അന്ന് ടി.ഒ. ബാവ പോലെയൊക്കെയുള്ള KPC പ്രസിഡന്റുമാരോട് മല്ലടിച്ച്, അതായത് പോരാടി, അല്ല വെറുതെ വിടുന്നിട്ട് എനിക്കും തരണേ എന്ന് പറഞ്ഞിട്ട് അല്ലെ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ പെട്ടിയെടുക്കുക, വേറൊരാൾ മറ്റൊരു ഗ്രൂപ്പിലെ നേതാവിൻ്റെ പെട്ടിയെടുക്കുക, അങ്ങനെ ആയിരുന്നില്ല. അവരോട് പോരാടി മത്സരിച്ച് സ്ഥാനം ഉറപ്പിച്ചവരാണ് ആൻ്റണി, വയലാർ രവി, ഉമ്മൻചാണ്ടി മുതലായ ആളുകൾ. അപ്പോൾ അങ്ങനെ ഒരു കഴിവുള്ള ഒരു യൂത്ത് കോൺഗ്രസ് KS നില ഇപ്പോൾ വളർന്നു വരുന്നുണ്ടോ? അത് ഇവരുടെ കുറ്റമാണെന്ന് ഞാൻ പറയുന്നില്ല. നേതാക്കന്മാർ പലരും കൂടെ ചേർന്ന്, ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് കൂടുതലാണെങ്കിൽ ക്ഷമിക്കണം, ഷണ്ഡീകരിച്ചതാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് KSU നേരത്തെ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ധാരാളം പേര് അങ്ങനെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ പൊളിറ്റിക്കലായിട്ട് വരണ്ട, അല്ലെങ്കിൽ ടെക്നിക്കലായിട്ട് വന്നൊന്നും പറഞ്ഞിരുന്ന അർത്ഥമൊന്നുമില്ല. കാരണം ശ്രീ നീലകണ്ഠൻ പറഞ്ഞു ഒരു കാര്യം വളരെ പ്രധാനം. അദ്ദേഹം വേറൊരു കോൺടെസ്റ്റിൽ അത് പറഞ്ഞതെങ്കിലും വെറുതെ ഈ ടെക്നോ പാർക്കിൽ 5-6 IT പിള്ളേരെ കൊണ്ടുവച്ച് നടക്കുന്ന കാര്യമല്ല. ഇത് രാഷ്ട്രീയം അറിയണം. എങ്ങനെയാണ് ഈ മീഡിയയെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ മീഡിയയെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് മാർക്കറ്റിംഗ്. ആ മാർക്കറ്റിംഗ്, രാഷ്ട്രീയ മാർക്കറ്റിംഗ് എങ്ങനെ നടക്കുമെന്ന് നല്ല ബോധമുള്ള ഒരാൾ വേണം. അതിപ്പോൾ അനിൽ ആൻ്റണി അങ്ങനെ ആണെന്നോ അല്ലെന്നോ ഞാൻ പറയുന്നില്ല. ഒരുപക്ഷെ അവർക്ക് അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചേക്കാം. ഞാൻ പക്ഷേ മനസ്സിലാക്കുന്നത്, ഞാൻ അദ്ദേഹത്തിനൊരു ക്രെഡൻഷ്യലായിട്ട് കാണുന്നത്, അതുകൊണ്ട് മാത്രം അദ്ദേഹം ഇവിടെ കൊണ്ടുവയ്ക്കണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശത്തിൻ്റെ ആ കാലം മുതൽ അദ്ദേഹം സ്റ്റാൻഫോർഡിൽ നിന്ന് വിദേശത്ത് വന്നതിന് ശേഷം ഒപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ അരുൺ രാജ് ഇവിടെ പറഞ്ഞു ഒരു കാര്യം കൂടെ, ഒറ്റ കാര്യം കൂടെ പറഞ്ഞു. അരുൺ രാജ് ഇവിടെ പറഞ്ഞു ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ കോൺഗ്രസ്സുകാരെന്തോ അത്ഭുതം ചെയ്യുന്നുണ്ടെന്ന്. അരുണെ, ഞാൻ കൃത്യമായിട്ട് ഈ സോഷ്യൽ മീഡിയയും അല്ലെങ്കിൽ ഡിജിറ്റൽ ഈ പ്ലാറ്റ്ഫോമിൽ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ഞാൻ ഒരു കാര്യം പറയാം. ഇത്തരത്തിലുള്ള ഒരു കാമ്പയിനിങ്ങിൽ ഏറ്റവും വളരെ 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 പിന്നിലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആശയങ്ങൾ പറയാനോ സംഘപരിവാറിനെയോ അല്ലെങ്കിൽ CPM-നെയോ അവരുടെ സൈബർ പോരാളികളെയോ നേരിടുന്നതിൽ നിങ്ങൾ ബഹുകാതം അല്ലെങ്കിൽ കിലോമീറ്ററുകൾ പുറകിലാണെന്നുള്ള കാര്യം കൂടെ അരുണൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടി മാത്രം ഞാൻ തർക്കത്തിന് വേണ്ടി പറഞ്ഞല്ല. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഇവിടെ ശ്രീ ജേക്കബ് ജോർജ്, അരുൺ ഉന്നയിച്ച വിമർശനം അത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ KSUവിലും യൂത്ത് കോൺഗ്രസിലും വളരെ പ്രൊഫഷണലായി സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് എന്ത് കാര്യം? അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ വഴികളില്ല. സംഘടനകൾ യൂത്ത് കോൺഗ്രസ് വിട്ടു വന്നാൽ അവർക്ക് അതിനനുസരിച്ചുള്ള പൊളിറ്റിക്കലായിട്ടുള്ള സ്ഥാനങ്ങൾ എന്നതിൻ്റെ അർത്ഥം സംഘടനയ്ക്കുള്ളിൽ ഭാരവാഹിത്വം ഉറപ്പിച്ചു നൽകുന്നില്ല. അവരെവിടെ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കുന്നില്ല. ഇപ്പോൾ തന്നെ പുനഃസംഘടന എങ്ങുമെത്താതെ നിൽക്കുന്ന സാഹചര്യം. ആ പുനഃസംഘടനയിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ നിൽക്കുമ്പോൾ തന്നെയാണ് AK ആൻ്റണിയുടെ മകനെ, വീണ്ടും അത് പറയേണ്ടി വരുന്നത് ആ നിലയിൽ കാണേണ്ടത് കൊണ്ടുകൂടി തന്നെയാണ്, AK ആൻ്റണിയുടെ മകനെ മുമ്പ് പറഞ്ഞതുപോലെ വാർത്താസമ്മേളനം വിളിച്ച് വളരെ പൊളിറ്റിക്കലായി തന്നെ വളരെ കൃത്യമായി കേരള പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവരുന്ന നിലയിൽ വളരെ ശ്രദ്ധ കാട്ടുന്നുണ്ട്. സ്വാഭാവികമായി ഇവരെ പോലെയുള്ള പ്രവർത്തകരും നേതാക്കളും തുറന്നു പറയില്ലേ, വിമർശിക്കില്ലേ? പാർട്ടി നേതൃത്വത്തോടുള്ള അവരുടെ താല്പര്യമില്ലായ്മ തുറന്നു പറയില്ലേ? ശരിയാണ് ശരത്തെ, അരുൺ രാജ് പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. അരുൺ രാജ് ശരിക്കും മനസ്സ് നൊന്താ പറഞ്ഞത്, യാതൊരു സംശയമില്ല കാര്യത്തിൽ. ഇത് കേരളത്തിലെ ഓരോ KSUക്കാരൻ്റെയും ഓരോ KSU നേതാവിൻ്റെയും ഓരോ യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെയും മനസ്സ് നൊന്ത് വരുന്ന വിലാപമാണ്, യാതൊരു സംശയമില്ല.
ഇത് എ.കെ. ആന്റണിക്കെതിരെയുള്ള വിലാപമാണെന്നൊന്നും ഞാൻ പറയാം, നേതാക്കന്മാർക്കെതിരെയുള്ള. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു അറിവും സമ്മതവും ഇല്ലാതെ ഇത് സംഭവിക്കില്ല. യാതൊരു സംശയമില്ല. അവിടെയാണ് ഈ ആദർശം വഴിമാറിയോ എന്നൊരു ചോദ്യം വരുന്നത്. ഞാൻ പറയുന്നത് ഇപ്പോൾ നേരത്തെ സണ്ണിക്കുട്ടി പറഞ്ഞല്ലോ 70-ലെ കുറെ പേര് ഇതൊരു പൊളിറ്റിക്കൽ പോസ്റ്റാണ് ശ്രീ ജേക്കബ് ജോർജ്. ഇത് ആന്റണി പെയ്ഡ് പോസ്റ്റ് അല്ല. അത് ഞാനത് തന്നെയാണ് പറയുന്നത്, ഞാനത് സമ്മതിക്കുന്നു, യാതൊരു സംശയമില്ല. പക്ഷെ അതിന് മറുവശം കൂടി കൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഇത് 70-കളിൽ ഈ വലിയ നേതാക്കന്മാരൊക്കെ എ.കെ. ആന്റണി 36-ാമത്തെ വയസ്സിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി, ഇന്നും നിൽക്കുകയാണ് രാഷ്ട്രീയത്തിൽ, രാജ്യസഭാംഗമായിട്ട് വിട്ടുകൊടുക്കുകയല്ല. വയലാർ രവി 32-ാമത്തെ വയസ്സിൽ വർക്കിംഗ് കമ്മിറ്റി അംഗമായ ആളാണ്. 71-ൽ MP ആയ ആളാണ് ചിറയും കീഴിൽ നിന്ന്, വിട്ടുകൊടുക്കത്തില്ല. അതുകൊണ്ട് പിന്നീട് വളർന്ന കേരളത്തിൽ കോൺഗ്രസിലെ ഗ്രൂപ്പുകളാണ്. അതുകൊണ്ട് എന്ത് പറ്റുന്നറിയാമോ, ചെങ്ങന്നൂരിലെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വേണ്ടി പ്രവർത്തിക്കാൻ വയസ്സന്മാരേ ഉള്ളൂ, പിള്ളേരില്ല, ചെറുപ്പക്കാർ വരുന്നില്ല, യൂത്ത് കോൺഗ്രസ്സുകാർ ഒരാൾ പോലും ഇല്ല. അവിടെ പ്രവർത്തിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരൻ എന്ന് പറയുന്നത് 40 വയസ്സുള്ള ആളാണ്, 40-42 വയസ്സുള്ളവരാണ്. യാതൊരു സംശയമില്ല. കാരണം ഇവരെയൊക്കെ പുതിയ തലമുറയെ ഈ പറഞ്ഞ നിലയിൽ അടുപ്പിക്കുകയില്ല. കാരണം എന്താ ഇവരുടെ സമാധാനം, ഇവർ പറയുന്ന സമാധാനം എന്താണെന്ന് അറിയാമോ? വയലാർവി ആണെങ്കിലും ഞങ്ങളാണിത് വെട്ടിപ്പിടിച്ചത്, ഞങ്ങളുടെ കാലം വരെ തുടരും, ഇനിയിപ്പോൾ ഞങ്ങളുടെ മക്കള് ഞങ്ങൾ വെട്ടിപ്പിടിച്ച പാർട്ടിയല്ലേ, ഞങ്ങൾ കയ്യിലൊതുക്കിയ പാർട്ടിയല്ലേ, അതുകൊണ്ട് ഞങ്ങളുടെ മക്കൾ കയറി വരും, അതിനെന്താ കുഴപ്പം എന്നായിരിക്കും അവർ പറയുന്നത്. പക്ഷേ ഞാൻ മറുവശം കൂടി പറയാം, ഏത് സംഘടനയിലും ഒരു ലാറ്ററൽ എൻട്രി വേണം. ശശി തരൂർ MP ആയില്ലേ, ശശി തരൂർ നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകരായിട്ട് മാറിയില്ലേ, നല്ലൊരു രാഷ്ട്രീയ നേതാവായിട്ട് മാറിയില്ലേ, കെ മുരളീധരൻ നല്ലൊരു രാഷ്ട്രീയ നേതാവല്ലേ. ഇതിനെല്ലാത്തിനും ശരിയും നല്ലതും ചീത്തയുമായ വശങ്ങളുണ്ട്. ഇപ്പോൾ സ്റ്റെനോഗ്രാഫർ ആയിരുന്ന R.K. ധവാൻ ആരായി മാറി? അതെ. ഇപ്പോൾ വാർ റൂമിൽ ഉണ്ടായിരുന്ന ജയറാം രമേശ് പിന്നീട് കേന്ദ്രമന്ത്രിയായില്ലേ. ഇതിനകത്തൊക്കെ ഒരു മെറിറ്റ് ഉണ്ടല്ലോ. ഇപ്പൊ KP ഉണ്ണികൃഷ്ണന്റെ വരവ് എങ്ങനെയാണ്? അതെ, ഇതിനകത്തൊക്കെ ഒരു മെറിറ്റ്. കെ മുരളീധരൻ ആ മെറിറ്റ് ഇപ്പം അനിൽ ആന്റണിയുടെ കാര്യമാണെങ്കിലും മെറിറ്റ് ആണ് അവസാനത്തെ വാക്ക്. ഇപ്പൊ ശബരിക്കാൻ മെറിറ്റ് ഇല്ലെങ്കിൽ രണ്ടാമത് ജയിക്കാൻ പറ്റില്ല. പക്ഷേ അരുൺ, നിങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നം, ഞാൻ ഇടവേളയിലേക്ക് പോകും മുമ്പ് ഇത്രയും കമന്റുകൾ വന്നുകൊണ്ട് അരുണിന്റെ ഒരു നിലപാട്, ഈ നേതാക്കൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ തലമുറയെ വന്ധ്യീകരിക്കുകയായിരുന്നു. നേരത്തെ ശ്രീ സണ്ണിക്കുട്ടി പറഞ്ഞതുപോലെ ഒരു മെറിറ്റ് അവകാശപ്പെട്ടാൽ മറ്റാർക്കുമില്ലാത്ത പ്രത്യേകതരം ഒരു മെറിറ്റ് അനിൽ ആന്റണിക്കുണ്ട് എന്നാണ് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത് നിങ്ങളുടെ പാർട്ടി നേതൃത്വം. പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ ആകർഷിക്കാൻ നിലവിലെ യൂത്ത് കോൺഗ്രസിന് കഴിയുന്നില്ല. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ആ ഭൂപടത്തിൽ പോലുമില്ല. അപ്പോൾ പിന്നെ ഇതിന് കഴിയുന്ന വ്യത്യസ്തമായ ആളുകളെ കേരളത്തിലേക്ക് കൊണ്ടുവരേണ്ടി വരും. ബഹുമാനായ സണ്ണിക്കുട്ടി എബ്രഹാം ഇവിടെ സൂചിപ്പിച്ചു, ശ്രീ ആന്റണിയും വയലാർ രവിയും അടക്കമുള്ളവർ അന്ന് ടിയോബാവയെ പോലെയുള്ള നേതാക്കന്മാരുടെ മുഖത്ത് നോക്കി നിങ്ങൾ മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ട് അധികാരത്തിലേക്ക് കടന്നു വന്നവരാണെന്ന്. തീർച്ചയായും അത് അംഗീകരിക്കുന്നു. പക്ഷേ ഒരു കാര്യം പറയുന്നു, ഞങ്ങളൊക്കെ 2002 മുതൽ സേവ് KSUവിൽ തുടങ്ങി, റിവൈവ് കോൺഗ്രസിൽ തുടങ്ങി, പല രീതിയിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ തെറ്റായ നിലപാടുകൾക്കെതിരെ പോരാട്ടം നടത്തുന്നവരാണ്. നേരത്തെ ശരത്ത് ഇവിടെ സൂചിപ്പിച്ച ശ്രീ മാത്യു കുഴൽനാടൻ, ശ്രീ നിയാസ് ചിതറ, ശ്രീ RV രാജേഷ്, ഞാൻ അടക്കമുള്ള യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും ഭാരവാഹികളായിരുന്ന പലരും കേരളത്തിലെ 3 തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവർ മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെടുകയും കേരളത്തിലെ പാർട്ടി നേതൃത്വത്തിൽ പുത്തൻ തലമുറയ്ക്ക് കടന്നു വരുവാൻ അവസരമൊരുക്കണം എന്ന് ഇവരോടൊക്കെ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും പല വിധത്തിലുള്ള സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയുമാണ്. പക്ഷേ ടിയോബാവയെ പോലെ R ശങ്കറിനെ പോലെയുള്ള നേതാക്കന്മാരോട് നിങ്ങൾക്ക് പ്രായമായി, നിങ്ങൾ മാറി നിൽക്കണമെന്ന് അന്ന് ഇവരാവശ്യപ്പെട്ടപ്പോൾ അവരെ അംഗീകരിക്കുവാൻ, അവർ പറയുന്നത് ശരിയാണ് എന്ന് അംഗീകരിക്കുവാനുള്ള വിശാലമായ മനസ്സും മാനസികാവസ്ഥയും അന്നുള്ള നേതാക്കന്മാർക്കുണ്ടായിരുന്നു എങ്കിൽ ഇന്ന് ഞങ്ങളതേ ആവശ്യം ഉന്നയിക്കുമ്പോൾ അത് അംഗീകരിക്കുവാൻ തയ്യാറാകാതെ ഞങ്ങളെ പാർട്ടിയിൽ എങ്ങനെ ഞങ്ങളെ താഴ്ത്തിക്കാണിക്കാമെന്നും ഞങ്ങളെ പാർട്ടി പദവികളിൽ നിന്നും എങ്ങനെ മാറ്റി നിർത്താമെന്ന് സംഘടിതമായി ശ്രമം നടത്തുന്ന നേതാക്കന്മാരാണ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലിരിക്കുന്നത്. അക്കാര്യത്തിൽ ഗ്രൂപ്പ് ഇല്ലാത്ത സഹകരണമുണ്ടോ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം? തീർച്ചയായും അക്കാര്യത്തിൽ ഗ്രൂപ്പില്ല. ചെറുപ്പക്കാർക്ക് അവസരം നൽകുന്ന കാര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ ഗ്രൂപ്പില്ല. അവസരം നിഷേധിക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ ഗ്രൂപ്പില്ല. മറ്റൊരു കാര്യം കൂടി ശ്രീ ശരത്തും ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം ഇവിടെ സൂചിപ്പിച്ചു, സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ് പാർട്ടി വളരെ പിന്നോക്കമാണ് എന്ന്. അംഗീകരിക്കുന്നു, തീർച്ചയായും അംഗീകരിക്കുന്നു. മറ്റുള്ള പാർട്ടികളെ പോലെ സോഷ്യൽ മീഡിയയിൽ കാര്യമായ സംഭാവനകളൊന്നും നൽകുവാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ട് കഴിയുന്നില്ല? അത്തരം സംഭാവനകൾ നൽകുവാൻ കഴിവുള്ള ചെറുപ്പക്കാരായ KSUക്കാരെയും യൂത്ത് കോൺഗ്രസ്സുകാരെയും ആ ചുമതല അവരെ ഏൽപ്പിക്കുന്നില്ല. അവരെയൊക്കെ പദവികളിൽ നിന്നും അല്ലെങ്കിൽ അവരെ ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് അനിൽ ആന്റണിയെ പോലെയുള്ളവർക്ക് കടന്നു വരുവാനുള്ള അവസരം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാർ ഒരുക്കി കൊടുക്കുന്നത് കൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ അർഹരായവരെ, ഇതിനൊക്കെ കഴിവുള്ളവരെ അധികാരത്തിൽ നിന്നും അത്തരം സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയത് കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ് പാർട്ടി പുറകോട്ട് പോയത് എന്ന് വേദനയോടുകൂടി പറയേണ്ടിയില്ല. ഏതായാലും ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. വളരെ വേഗം ഇടവേളയ്ക്ക് ശേഷം തിരിച്ചൊരു അഡ്വക്കേറ്റ് ജയശങ്കർ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. വേഗം ചർച്ചയിലേക്ക് മടങ്ങി.
പ്രൈം ഡിബേറ്റ് തുടരുകയാണ്. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ ടെലിഫോണിലുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഏതായാലും ഇപ്പോൾ AK ആന്റണി അത്ര സജീവമല്ല. കേരളത്തിലെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഘട്ടങ്ങളിൽ അദ്ദേഹം വരാറുണ്ട്. കോൺഗ്രസിന് വേണ്ടി നല്ല രാഷ്ട്രീയ നിലപാടുകൾ പറയാറുണ്ട്. അല്ലെങ്കിൽ CPM-നെയും ഇടതുപക്ഷത്തെയും കടന്നാക്രമിക്കാറുണ്ട്, വിമർശിക്കാറുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹം ദില്ലിയിലേക്ക് പോകും. ഈ നിലയിൽ നിൽക്കുന്നൊരു ഘട്ടമാണ്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ മകൻ അനിൽ ആന്റണി ഈ ഡിജിറ്റൽ മീഡിയ കൺവീനറായി വരുന്നത്. അതൊരു പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് ആണ്. ആ പ്രഖ്യാപനം ഇന്ന് നടത്തിയത് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. സോഷ്യൽ മീഡിയയിൽ വളരെ ശക്തമായി പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ അനിൽ ആന്റണിയുടെ വരവിന് കഴിയും എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മേന്മകളെയും ഒരുപാട് പറഞ്ഞു. ഈ ഗുജറാത്തിലൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ പ്രാവീണ്യത്തോടെ കോൺഗ്രസിനെ നയിച്ചത് ഇദ്ദേഹമാണെന്നാണ് മുല്ലപ്പള്ളി പറഞ്ഞത്. അതിൻ്റെയൊക്കെ ഒരു പിൻബലത്തിലാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മികവുമായി അനിൽ ആന്റണി, AK ആന്റണിയുടെ മകൻ, ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഡിജിറ്റൽ മീഡിയ രംഗത്തേക്ക് കൺവീനറായി വരുന്നത്. ശ്രീ ജയശങ്കർ, ശ്രീ AK ആന്റണി ഇടയ്ക്ക് കേരളത്തിൽ വരാറുണ്ട് എന്ന് മാത്രമല്ല, അദ്ദേഹം കോൺഗ്രസിനെയും BJP-യും CPM-നെയും കടന്നാക്രമിക്കാറുണ്ട് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു. പക്ഷെ അദ്ദേഹം അതിലധികം സമയം ചെലവഴിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെ ഗുണദോഷിക്കാനും അവരെ നേർവഴിക്ക് നടത്താനും അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുമാണ്. അത് അധികാരം ശ്രദ്ധിക്കാറില്ല, കോൺഗ്രസ്സുകാരെ ശ്രദ്ധിക്കാറില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിൽ പോലും. അങ്ങനെ കോൺഗ്രസിനെ നേർവഴിക്ക് നടത്തുന്നതിൽ വളരെയധികം ഉത്സുകനായിരിക്കുന്ന അദ്ദേഹം സ്വന്തം മകനെ തന്നെ ഈ രംഗത്തേക്ക് കൊണ്ടുവരുന്നത് വളരെ കൗതുകകരമായിട്ടുള്ള കാര്യം. ഈ AK ആന്റണി അങ്ങനെ വെറും രാഷ്ട്രീയ നേതാവല്ല, മഹാഭാരതത്തിലുള്ള ധർമ്മപുത്രനെ പോലെ ആദർശശാലിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് അടിയന്തരാവസ്ഥക്കാലത്ത് ഗുവാഹട്ടിയിൽ പോയിട്ട് സഞ്ജയ് ഗാന്ധി എതിർത്ത ആളാണ്, സഞ്ജയ് ഗാന്ധി അംഗീകരിക്കാത്ത ആളാണ്. ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ഏത് കാലത്തും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം കേരളത്തിൽ മാത്രമാണ് സഞ്ജയ് ഗാന്ധി അടിയന്തരാവസ്ഥക്കാലത്ത് വരാത്തത് എന്നാണ്. അദ്ദേഹം അന്ന് ഈ പാസ്പോർട്ടും വിസയ്ക്ക് ഇഷ്യൂ ചെയ്യുന്ന ആള് AK ആന്റണിയാണ്. AK ആന്റണി പാസ്പോർട്ട് വിസ ഇഷ്യൂ ചെയ്യാത്തതുകൊണ്ട് സഞ്ജയ് ഗാന്ധിക്ക് കേരളത്തിൽ വരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞു. അങ്ങനെ കുടുംബാധിപത്യത്തിന്റെയും മക്കൾ രാഷ്ട്രീയത്തിന്റെയൊക്കെ വലിയ ഒരു വിരോധിയായിരുന്ന ശ്രീ ആന്റണിയും അദ്ദേഹത്തിന്റെ ഗ്രൂപ്പുകാരുടെ മക്കളൊക്കെ പിന്നീട് രാഷ്ട്രീയത്തിൽ വന്നു. ഉമ്മൻചാണ്ടിയുടെ മകൻ രാഷ്ട്രീയത്തിൽ വന്നു. പിന്നെ AK ആന്റണിയുടെ മകൻ വന്നതിന് തടസ്സമൊന്നുമില്ല. ശ്രീ കരുണാകരന്റെ മകൻ രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തെ വളരെയധികം ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും കിങ്ങിണിക്കുട്ടൻ എന്ന് വിളിച്ച് പരിഹസിക്കുകയൊക്കെ ചെയ്ത ആളുകളാണ്. ഇപ്പൊ ആന്റണിയുടെ മകൻ, കരുണാകരന്റെ മകൻ അന്ന് ദേവാദളിന്റെ ചെയർമാനായിട്ടാണ് വന്നെങ്കിൽ ഇദ്ദേഹം സോഷ്യൽ മീഡിയ ഡിജിറ്റൽ മീഡിയ വരുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ആളുകൾ പരിഹസിക്കും. അദ്ദേഹത്തിന് ഉളുപ്പില്ലാന്ന് വെച്ചാൽ ബാക്കിയുള്ള കണ്ടോണ്ടിരിക്കുന്നവർക്ക് ചെറിയ വിഷമമുണ്ട്. ആന്റണി ഇതൊക്കെ മറന്നുപോയി കാണും. പക്ഷെ പറക്കാത്ത ഒരുപാട് ആളുകൾ ഈ നാട്ടിലുണ്ടെന്ന് അത് ഓർമ്മിക്കുന്നതല്ല. ഇത് ഒരു തരത്തിലുള്ളൊരു രാഷ്ട്രീയത്തിലെ പിൻഗാമിയെ അദ്ദേഹം തന്നെ സൃഷ്ടിക്കലാണോ എന്നൊരു ചോദ്യമുണ്ട്. AK ആന്റണിയുടെ ആദർശം ഇക്കാര്യത്തിൽ വഴിമാറിയോ എന്ന പ്രശ്നമുണ്ട്. ഈ ചെറുപ്പക്കാരെ ആകർഷിക്കാൻ അനിൽ ആന്റണിയിലൂടെ കോൺഗ്രസിന് കഴിയും, സോഷ്യൽ മീഡിയയിലൂടെ കഴിയുമെന്ന മുല്ലപ്പള്ളിയുടെ ഈ അഭിപ്രായ പ്രകടനത്തോടും ഒക്കെ തോന്നുന്നൊരു യോജിപ്പ് എങ്ങനെയാണ്? മറ്റൊരർത്ഥം കൂടിയുണ്ട്, നേതാക്കൾക്കും പ്രവർത്തകർക്കും അത്ര ജനബന്ധത്തിന്റെ ഒന്നും ആവശ്യമില്ല നേതൃനിരയിലേക്ക് കടന്നു വരാൻ എന്നുകൂടി പാർട്ടി പറഞ്ഞു വെക്കുന്നുണ്ട്. അതെ, അനിൽ ആന്റണി ഇല്ലാത്തതുകൊണ്ടാണ് ഇത്ര നാളും ചെറുപ്പക്കാരും യൂത്ത് കോൺഗ്രസിൽ KSUവിൽ നിന്ന് ചേരാറുണ്ട്. അപ്പൊ അനിൽ ആന്റണി വരുമ്പോ പിന്നെ KSUവിൽ ചേരാനായിട്ട് കുട്ടികളുടെ നീണ്ട നിര ക്യൂ തന്നെ ഇവിടെ പ്രത്യക്ഷപ്പെടും എന്നുകൊണ്ട് നമ്മൾ വിചാരിക്കാൻ. ഇനി ശ്രീ ആന്റണി മൂത്രമൊഴിക്കാൻ പോകുന്ന വേക്കൻസിയിൽ അനിൽ ആന്റണിക്ക് മത്സരിക്കാൻ സീറ്റ് കൊടുക്കും. പണ്ട് അങ്ങനെയുള്ള മുരളീധരന് സീറ്റ് കൊടുക്കും. ഇതൊക്കെ ചരിത്രത്തിന്റെ ആവർത്തനമാണ്. ഇത് കാണാൻ കരുണാകരൻ ഇല്ലാത്തുള്ള സങ്കടം മാത്രമേ നമുക്ക് ആയുള്ളൂ. ഏതായാലും ഇത് പാർലമെന്ററി രംഗത്തായിരിക്കും ഈ വരവ് ചെന്ന് നിൽക്കുക എന്നാണ് ശ്രീ ജയശങ്കർ കാണുന്നത്, അല്ലേ? അനിൽ ആന്റണിയുടെ ഈ വരവ് സംശയമുള്ളത്, അദ്ദേഹം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ലെങ്കിൽ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. സംശയമുള്ളവർക്ക് നോക്കിയിരിക്കാം. A ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലേക്കും, അല്ലേ? അത് പറയാൻ പറ്റില്ല. A ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലല്ല, ഇത് ഗ്രൂപ്പില്ലാത്തവരുടെ നേതൃത്വത്തിൽ വരാനാണ് സാധ്യത. A ഗ്രൂപ്പിൽ അദ്ദേഹത്തെ അടുപ്പിക്കുന്ന എനിക്ക് ദോഷമില്ല. കാരണം അത് ഉമ്മൻചാണ്ടിയുടെ കയ്യിലാണല്ലോ, അല്ലേ? അതെ, അവിടെ ഉമ്മൻചാണ്ടിയും അദ്ദേഹത്തിന്റെ പാർശ്വവർത്തികളുമാണ് നിറഞ്ഞേക്കുന്നത്. അപ്പൊ അത് വേറെ കാര്യം. ഞാൻ പറഞ്ഞു A ഗ്രൂപ്പിലല്ലോ, ആന്റണി ഗ്രൂപ്പിനൊക്കെ അതീതനല്ല, അദ്ദേഹം അഖില ലോക നേതാവല്ലേ. അദ്ദേഹത്തിന്റെ മകൻ അഖില ലോക നായകൻ, ഉലക നായകനായിട്ട് ഗ്രൂപ്പില്ലാത്തവരുടെ നേതാവായിട്ട് വരും. നന്ദി ശ്രീ ജയശങ്കർ. ശ്രീ CR നീലകണ്ഠൻ, ഇതിലൂടെ കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ സന്ദേശമുണ്ട്. യഥാർത്ഥത്തിൽ മുമ്പ് പറഞ്ഞതുപോലെ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ജനങ്ങൾക്കിടയിൽ വലിയ തോതിൽ പ്രവർത്തിക്കേണ്ട കാര്യമില്ല. ഒരു നേതാവാകാൻ ആഗ്രഹിക്കുന്നയാൾ അല്ലെങ്കിൽ മന്ത്രിയായിട്ട് വേണം 4 അഴിമതി കാണിക്കാൻ എന്ന് പറയുന്ന പഴയൊരു സിനിമാ ഡയലോഗുണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ ഈ നിലയിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ വേണ്ടി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, നേതൃത്വത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ജനങ്ങളുടെ ഭാഗത്തേക്കേ നോക്കേണ്ടതില്ല. ഇത്തരം ഏതെങ്കിലുമൊക്കെ കുറുക്കുവഴികൾ കണ്ടുവച്ചാൽ നല്ലത് എന്നൊരു ഗുണപാഠം
അത്തരക്കാർക്ക് നൽകുകയാണോ മുല്ലപ്പള്ളിയുടെ ഈ പ്രഖ്യാപനം? അല്ല, അതിൽ വ്യക്തിപരമായ ഗുണം കൊണ്ട് ഒരാൾ ലാറ്ററൽ എൻട്രി വരികയാണെങ്കിൽ ഞാൻ അതിനെ പ്രതിഷേധിക്കുന്നില്ല. അപ്പോൾ ശശി തരൂർ ഇവിടെ വരുമ്പോൾ ശശി തരൂർ കോൺഗ്രസ് പ്രവർത്തകൻ എന്നതിനേക്കാൾ അദ്ദേഹത്തിന് വേറൊരു ക്രെഡൻഷ്യലുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രൂവൺ ക്രെഡൻഷ്യലുണ്ട്. മറ്റു പലരും അങ്ങനെ ലാറ്ററൽ എൻട്രി വന്നിട്ടുണ്ട്. ഇപ്പോൾ KR നാരായണൻ വന്നു, നമ്മൾ അതിനൊന്നും എതിർത്തില്ല. കാരണം KR നാരായണന് ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഒരു ഇതുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയാണോ? ഇദ്ദേഹത്തിന് എന്തോ പ്രത്യേകമായ കഴിവുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കുകയാണ്. അതൊന്നും പ്രൂവണമൊന്നുമല്ല. ഇന്ന് മുല്ലപ്പള്ളി പറഞ്ഞ കാര്യങ്ങൾ ആർക്കും തെളിഞ്ഞിട്ടുള്ള കാര്യമല്ല, ആർക്കും ബോധ്യം വരുന്ന കാര്യമല്ല. AK ആന്റണിയുടെ മകനെ ഇവിടെ കൊണ്ടുവരണം, അതിനൊരു എളുപ്പ വഴിയാണ്. ഇദ്ദേഹം വേറെ എവിടെയെങ്കിലും അത് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ നേരത്തെ ശരത്ത് ചോദിച്ച ചോദ്യം, യഥാർത്ഥത്തിൽ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ഇത് വന്നു കഴിഞ്ഞാൽ അരുൺ രാജ് പറഞ്ഞതുപോലെ താഴേക്കിടയിലുള്ള പ്രവർത്തകർക്ക് വലിയ നിരാശയുണ്ടാവും. ഇത്തരം കെട്ടിയിറക്കലുകൾ അതിനെതിരായി വലിയ വികാരമുണ്ടാവും. പക്ഷേ യൂത്ത് കോൺഗ്രസും KSUവും ഏതാണ്ട് സണ്ഡീകരിക്കപ്പെട്ട അവസ്ഥ. അതുകൊണ്ട് ഇപ്പോൾ അരുൺ പറഞ്ഞ ഇടപെടുന്നു, നമ്മുടെ സമയക്കുറവുകൊണ്ടാണ്. അതായത് അരുൺ പറഞ്ഞ പ്രതിഷേധമൊക്കെ ഒറ്റപ്പെട്ട പ്രതിഷേധം മാത്രമാകാം, വിമർശനം ആകാം, അതിലൊന്നും പാർട്ടിക്കും വലിയ ആശങ്കയൊന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷേ ആ തുറന്നു പറയാൻ കാണിച്ച ആർജവം, അതാണ് രാഷ്ട്രീയം, അതാണ് പൊളിറ്റിക്കലായ നിലപാട് എന്ന് പറയാനും എനിക്ക് മടിയില്ല. ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, നേരത്തെ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതുപോലെ ഇനി വലിയ മികവിലേക്ക് പോകുമ്പോൾ അത് മാനിക്കുമ്പോഴും ഇപ്പോൾ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ച ഈ എൻട്രിയുടെ വിമർശനം അന്നും നിൽക്കും. ഇപ്പോൾ ഒരു ചർച്ച വരുമ്പോൾ ഇന്ന് മികവ് കാട്ടിയ പലരുടെയും വരവിൻ്റെ കാലം നമ്മളൊക്കെ ഓർമ്മിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ അത് അനിൽ ആന്റണിക്കും ബാധകമാകും. അതാകും ചരിത്രം. ചരിത്രം ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ അനിൽ ആന്റണി വരുന്നതിനെ എതിർക്കുന്നു. ഇപ്പോൾ നേരത്തെ മുരളീധരൻ വന്നപ്പോൾ വലിയ എതിർപ്പായിരുന്നു, കിങ്ങിണിക്കുട്ടൻ എന്നൊക്കെ വിളിച്ചു. അത് കാണാൻ കരുണാകരൻ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല, അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ല. പക്ഷേ ഇന്ന് അദ്ദേഹം നേരത്തെ ജയിക്ക് ഇവിടെ പറഞ്ഞ പോലെ കേരളത്തിലെ അറിയപ്പെടുന്ന കഴിവ് തെളിയിച്ചൊരു നേതാവാണ്. നിങ്ങൾക്ക് ശശി തരൂർ വരാൻ കുഴപ്പമില്ല, പിന്നെ KR നാരായണൻ വരാൻ കുഴപ്പമില്ല, KP ഉണ്ണികൃഷ്ണൻ വരാൻ കുഴപ്പമില്ല. KP ഉണ്ണികൃഷ്ണൻ എന്ത് കണക്ഷനാണ് ഉണ്ടായിരുന്നത്? മാതൃഭൂമിയുടെ ലേഖനായിരുന്നു, അവിടെ ഇന്ദിരാഗാന്ധിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, അതിനപ്പുറത്ത് എന്താ? പക്ഷേ ഇവിടെ ഇപ്പോൾ ആരും സ്ഥാനം ഒഴിയുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചോട്ടെ, ഉമ്മൻചാണ്ടി ആദ്യമായിട്ട് നിയമസഭയിൽ വന്നപ്പോഴാണ് പിണറായി വിജയനും വന്നത്. പിണറായി വിജയൻ ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ല, അദ്ദേഹം പിന്നെ CPMന്റെ മുഖ്യമന്ത്രിയാണ്. VS അച്യുതാനന്ദൻ എത്ര വർഷമായി? VS അച്യുതാനന്ദന് ഇപ്പോഴും ഞാൻ താമസിക്കുന്നതിനടുത്താണ് താമസിക്കുന്നത്, ഇപ്പോഴും സ്റ്റേറ്റുകാരും പരിവാരങ്ങളുമായിട്ടും അദ്ദേഹം നിൽക്കുന്നു. ഉമ്മൻചാണ്ടി, AK ആന്റണി മുതലായ ആളുകളുടെ കാര്യം വരുമ്പോൾ മാത്രം ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധവും വിമർശനം വരുന്നത് അതൊരു ശരിയല്ല, അതൊരു അവർ തെറ്റിയതായാലും നമ്മുടെ പറയണം. ഏക്കാന്റെ മകനെ കൊണ്ടുവരുന്നതിനോട് എനിക്കൊരു യോജിപ്പില്ല, റിവ്യൂ വരാമായിരുന്നു. അരുൺ ചുരുക്കി, ഉമ്മൻചാണ്ടിയും ആന്റണിയും ഇപ്പോഴും രാഷ്ട്രീയ രംഗത്ത് തുടരുന്നതിനൊന്നും ഞങ്ങളാരും എതിർക്കുന്നില്ല. അവരൊക്കെ കോൺഗ്രസിൻ്റെ സമുന്നത നേതാക്കളാണ്, അവർ നൽകിയിട്ടുള്ള സംഭാവനകൾ ഞങ്ങളാരും വിസ്മരിക്കുന്നില്ല. പക്ഷേ KSUവിലും യൂത്ത് കോൺഗ്രസിലും ഒന്നും പ്രവർത്തിച്ച് പരിചയമില്ലാത്ത ഇതുപോലുള്ള ആളുകളെ നൂലിൽ കെട്ടി ഇറക്കുന്ന ആ രീതിക്കാണ് ഞങ്ങൾ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്. ഒരു കാരണവശാലും. കാരണം തെരുവിൽ തല്ലുകൊണ്ട് ജയിലിൽ കിടന്ന് ഇപ്പോൾ പോലും ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന സമരങ്ങളിലൊക്കെ തെരുവിൽ തല്ലുകൊണ്ടതും പിന്നെ മുഖ്യമന്ത്രിയുടെ പൈലറ്റ് വാഹനം ഇടിച്ച് പിന്നെ അകത്തായതും ജയിലിൽ കിടക്കുന്നതും ആശുപത്രിയിൽ കിടക്കുന്നതും ഒക്കെ യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും ഇപ്പോഴത്തെ പ്രവർത്തകരും മുൻകാല പ്രവർത്തകരുമാണ്. അപ്പോൾ അവരെയൊക്കെ നോക്കുകുത്തികളാക്കിക്കൊണ്ട് മക്കളെ ഇതുപോലെ കെട്ടിയിറക്കുവാനുള്ള കോൺഗ്രസിലെ നേതാക്കന്മാരുടെ ഈ രീതി ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുകയില്ല. സമാന മനസ്കരായ യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും നേതാക്കളുമായി ആലോചിച്ചുകൊണ്ട് നാളുകളിൽ ഇതിനെതിരെയുള്ള ശക്തമായ പ്രതിരോധം ഞങ്ങൾ സംഘടിപ്പിക്കും. പരാതിക്കാരാകുമോ? പാർട്ടിക്ക് മുമ്പിൽ ഞാൻ പറഞ്ഞില്ലേ, ഡിസംബർ മാസം 15-ാം തീയതി പരാതി ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. പക്ഷേ അതിന് യാതൊരു വിലയും കൽപ്പിക്കാതെയാണ് ഇന്നിപ്പോൾ പത്രസമ്മേളനം നടത്തി ഇദ്ദേഹത്തെ രാഷ്ട്രീയ രംഗത്ത് ഒരു പദവിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. പകരം പ്രതീക്ഷിക്കാവുന്നത് ഒരു നടപടി വേണമെങ്കിൽ മിനിമം പ്രതീക്ഷിക്കാം. എനിക്കെതിരെ പരാതിക്ക് നടപടിയൊന്നും ഉണ്ടായില്ലെങ്കിലും അരുൺ രാജിന് ഈ ചർച്ചയുടെ കേരളത്തിലെ ചെറുപ്പക്കാർ, കേരളത്തിലെ കോൺഗ്രസിൽ വിശ്വസിക്കുന്ന, കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട് ഏത് നടപടി നേരിടുന്നതിനും ഞാൻ തയ്യാറാണ്. ഒറ്റ കാര്യം കൂടി, ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ അടിയൊഴുക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ പ്രതിരോധിക്കേണ്ടത് താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരായ ചെറുപ്പക്കാരാണ്. അപ്പോൾ അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ അവലംബിക്കുമ്പോൾ പാർട്ടിയുടെ നാശത്തിലേക്കാണ് ഈ നേതാക്കന്മാർ പാർട്ടിയെ കൊണ്ടുപോകുന്നതെന്ന് ഓർത്താൽ ഈ നേതാക്കന്മാർക്ക് പറഞ്ഞ വാചകത്തിൽ ഒരു വലിയ രാഷ്ട്രീയ ബുദ്ധിയും വലിയൊരു രാഷ്ട്രീയ വിമർശനവും അടങ്ങിയിട്ടുണ്ട്. മുല്ലപ്പള്ളി അടക്കമുള്ളവരുടെ നേരെ കൈ ചൂണ്ടിയാണ് അരുൺ രാജ് ഇത് പറയുന്നത്. തീർച്ചയായിട്ടും അരുൺ രാജിന്റെ മനസ്സ്. പക്ഷേ അനിൽ ആന്റണി പോകുന്നത് രാഹുൽ ബ്രിഗേഡിലേക്കുമാണ്. അല്ല, അതായിക്കോട്ടെ. പക്ഷേ അരുൺ രാജ് ഇപ്പോൾ ഉന്നയിച്ച എല്ലാ കാര്യങ്ങൾക്കും ഞാൻ വിലമതിക്കുന്നു. എല്ലാ പിന്തുണയും നമ്മളെ മനസ്സുകൊണ്ടുള്ള പിന്തുണ കൊടുക്കുന്നു. ഒരു കാര്യമുണ്ട്, വയലാർ രവി ഇവിടെ ചിറങ്കീഴ് മത്സരിക്കുമ്പോൾ 32 വയസ്സങ്ങണ്ടായിരുന്നു. 60 വയസ്സുള്ള R ശങ്കറിനെ ഓടിച്ചു വിട്ടിട്ടാണ്
MP ആയത് അദ്ദേഹത്തിന് ഇപ്പോൾ 84 വയസ്സായി വയലാർ രവിക്ക്. ഓർക്കണം, ആന്റണി എല്ലാവരും നിൽക്കുകയാണ് ഇപ്പോഴും. ആ സ്ഥാനം ഒഴിഞ്ഞിട്ട്, ആ കയ്യിലുള്ള സ്ഥാനം ഉണ്ടല്ലോ, ഒന്ന് ഒഴിഞ്ഞിട്ട് ആണെങ്കിലും വേണ്ടിയില്ലായിരുന്നു. അത് ഇച്ചിരി മനസ്സമാധാനം ഉണ്ടായിരുന്നു. ഏതായാലും മുല്ലപ്പള്ളിയോട് അടങ്ങുന്ന കോൺഗ്രസ് നേതൃത്വത്തോട്, KPCC നേതൃത്വത്തോട് പറയാനുള്ളത്, ഈ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ അരുൺ രാജിനെതിരെ നടപടിയെടുക്കുകയല്ല വേണ്ടത്. ഇവരടക്കമുള്ള ചെറുപ്പക്കാരെ ഈ അനിൽ ആന്റണിയെ കൊണ്ടുവരാൻ കാണിച്ച അതേ ജാഗ്രതയോടെയും അതേ ആവേശത്തോടെയും രാഷ്ട്രീയമായ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാനുള്ള രാഷ്ട്രീയമായ മര്യാദയാണ് നിങ്ങൾ കാട്ടേണ്ടത്. അല്ലാത്ത പക്ഷം ഇതൊരു കുറുക്കുവഴി തന്നെയാണ്. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ നേതാക്കളുടെ മക്കളെ കൊണ്ടുവരുന്നതിനുള്ള ഓരോ വഴി ഉറപ്പിക്കൽ മാത്രമായേ കാണാനാകൂ. FB പോളിലൂടെ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നോക്കിക്കോളൂ. FB പോളിലൂടെ കേരളത്തിലെ പ്രേക്ഷകരും അഭിപ്രായപ്പെടുത്തുന്നത് ഈ ഹൈടെക് വരവ് രാഷ്ട്രീയത്തിലേക്കുള്ള കുറുക്കുവഴിയോ എന്ന ചോദ്യം ഈ പ്രഖ്യാപനം നടത്തിയ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒന്ന് കാണണം. 80% ആളുകളും ഇത് തികഞ്ഞ കുറുക്കുവഴി മാത്രമാണെന്നാണ് പറയുന്നത്. നിങ്ങൾ പാർട്ടിയെ കൂടുതൽ അടുപ്പിക്കാൻ ശ്രമിക്കുന്ന ഫേസ്ബുക്ക് പോളിലൂടെ പ്രേക്ഷകർ വിലയിരുത്തുന്നു. നിങ്ങൾ ഡിജിറ്റൽ മീഡിയ കൺവീനറായി AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെ കൊണ്ടുവരാൻ തീരുമാനിക്കുമ്പോൾ അതൊരു കുറുക്കുവഴിയാണ് എന്ന് FB പോളിലൂടെ ആളുകൾ പറയുന്നു. രാത്രി ചർച്ചയിലെ അതിഥികൾ പറയുന്നതല്ല എന്ന് ദയവായി ഓർക്കുക. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.